എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രഭാതം നമുക്കായി സമ്മാനിച്ച പ്രകൃതി ശക്തിയോടും നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു 6 AM സൂം പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഒരു 6 AM സൂം പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി വെൽക്കം ചെയ്യുന്നു. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഓരോ ദിവസവും നമുക്ക് ഈ ഒരു 6 AM പ്രോഗ്രാമിൽ കൂടെ ഒരുപാട് അറിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വളരെ നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യം സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. പെസഹ വ്യാഴാഴ്ചയാണ്. ഒത്തിരി ലീഡേഴ്സ് ഇന്ന് പള്ളിയിൽ പോകേണ്ട തിരക്കിലാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഇവിടെ ഈ ഒരു അറിവും അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നമുക്കറിയാം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ഭാഗമാണ് എല്ലാവരും. അപ്പൊ നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു സെയിലോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പൊ നമുക്ക് ഈ കമ്പനിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. ഇതേപോലെ ഒത്തിരി കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് സമൂഹത്തിലേക്ക് ചെല്ലാനും അതേപോലെ തന്നെ ബിസിനസ് ആത്മാർത്ഥമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അറിവ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അറിവ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ അറിവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ നമുക്കറിയാം പറയുന്ന ആളുകൾക്കായാലും കേൾക്കുന്ന നമുക്കായാലും കോൺഫിഡൻസ് നഷ്ടപ്പെടും, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു 6 AM സൂം പ്രോഗ്രാമിലേക്ക് അറിവുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഗ്രേറ്റ് ലീഡറാണ്. കോഴിക്കോട് സ്വദേശിയായ കോഴിക്കോട് പുറമേരി സ്വദേശിയായ മിനി സാറാണ്. സാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുമായിട്ട് നമ്മുടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ടീമൊന്നും നോക്കാതെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് 24/7 hours ഫീൽഡിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മിനി സാറാണ്. സാറിനെ എല്ലാവരും ഇന്നത്തെ ഈ ഒരു സെയിൽ ഓപ്പണിംഗ്, അതായത് സെയിൽസിനെ പറ്റി നമുക്കൊക്കെ അറിയാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഈ ഒരു സെയിൽ ഓപ്പണിങ്ങിനെ പറ്റി നമ്മളോടെല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ മിനി സാറിനെ എല്ലാവരുടെയും സമ്മതത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. താങ്ക് യു മാഡം. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന KBC കമ്മ്യൂണിറ്റിക്കും അതിന്റെ ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറിനും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഈ രാവിലെ 6 മണിക്ക് സൂമിൽ കയറുന്ന എല്ലാ ആൾക്കാരും എന്തെങ്കിലും ഒരു ലക്ഷ്യം ലൈഫിലുള്ള ആളുകളായിരിക്കും. എന്തായാലും ഒരു ലക്ഷ്യമില്ലാത്ത ഒരാൾ പോലും ഈ സൂമിൽ രാവിലെ എണീറ്റ് ഇരിക്കൂല എന്നുള്ളതാണ്. ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്ന് ഈ കമ്പനിയിലൂടെ വരുമാനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അവനവന്റെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ വെച്ച ആളുകളുണ്ട്. കമ്പനിയുടെ പ്രൊഫൈലിലേക്ക് ഒന്നല്ല പോകുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാം, കുറച്ചും കൂടി കാര്യക്ഷമമായി എളുപ്പമായി, അതിന് എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാം, അത് ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിന് റിസൾട്ട് കിട്ടുമോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന്
ചർച്ച ചെയ്യുന്നത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സെയിൽസ് ഇല്ലെങ്കിൽ റവന്യൂ ഉണ്ടാവില്ല. സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവൂ. ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വന്ന സമയത്ത് നമ്മൾ ജോയിനിങ് ആണെങ്കിലും ഒരു സെയിൽ ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാളെ കയ്യിലേക്ക് കൊടുത്ത് അതിന് പൈസ വാങ്ങിച്ച് കമ്പനിയിലേക്ക് അടച്ച് ആ കട്ട് ഓഫിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് ഫാമിലി ബോണസും അവയർനെസ് ബോണസും ഒക്കെ കിട്ടുന്ന അല്ലെ ഒരു സിസ്റ്റം. ഇപ്പൊ ബൂസ്റ്റർ പ്ലാൻ വന്നു. മാച്ചിങ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വരുമാനത്തിലേക്ക് പോകാനൊക്കെ പറ്റും. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മുന്നിൽ കിട്ടിയ ഒരു കസ്റ്റമറെ എന്ത് ചെയ്യണം? ഒരു പ്രോസ്പെക്ടിനെ ഒരു കസ്റ്റമർ ആക്കി അറ്റ്ലീസ്റ്റ് ഒരു കസ്റ്റമറെങ്കിലും ആക്കണം. അപ്പൊ അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് എന്താ പറയാ, ഏതൊരു സെയിൽസ് ഫീൽഡിലുള്ള ഒരു വ്യക്തിക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്കും ഒരു സാധാരണക്കാരനും എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കമ്പനിയെ കുറിച്ച് നമുക്കറിയാം. നമ്മളിനി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ പ്രൊഡക്റ്റുകളുണ്ട്. ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ പ്രൊഡക്റ്റുകൾ അൾട്രാവറി അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. മോർ പവർ അതിന്റെ ഗുണങ്ങൾ അറിയാം. ഇതൊക്കെ വിൽക്കുന്ന ആളുകളും വിൽപ്പിക്കുന്ന ആളുകളും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും. അതേപോലെ പശു നല്ല A2 ഗീ, മാഗ്നറ്റിക് മാട്രസ് പാഡുകൾ, മാഗ്നറ്റിക് ഇഷ്യൂ, സയന്റിഫിക് ഇഷ്യൂ, ഇതൊക്കെ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ വന്ന സീവക്ത്രോൺ വരെ നമ്മുടെ കമ്പനിയിലുണ്ട് അല്ലെ. ഈ സോപ്പൊക്കെ കണ്ടമാനം വിറ്റ നമ്മൾ എന്തുകൊണ്ട് കുറച്ച് സെയിൽസ് കുറയുന്ന ഒരു മാർച്ച് മാസം കുറെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല സെയിൽസ് കുറയാനുള്ള കാരണം. സെയിൽസ് കുറയാനുള്ള കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം 100% എടുത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തർ അവനവനോട് ചോദിച്ചു നോക്കിയാൽ മതി. 2 മണിക്കൂറെങ്കിലും കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് സെയിൽസ് എടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ വരുമാനം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 30,000-ന് മുകളിലായിരിക്കും. ഈ ഒരു പാക്കേജ് ഇന്ന് ഞാൻ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഇവിടെ എടുക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ്. ഈ ടാർഗറ്റ് നിങ്ങൾ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ നിങ്ങൾ ആ സൂമിൽ പറയണം, ഞാൻ അങ്ങനെ 59,000 രൂപയുടെ 300 രൂപയുടെ പാക്കേജ് ഞാൻ സെയിൽ ചെയ്തു എന്ന് പറയണം. ഇതെങ്ങനെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 59,000 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഉൾവലി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം മാറ്റേണ്ടത്. ഈ പാക്കേജ് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? ഈ പാക്കേജ് സെല് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാ, ചാറ്റ് ചെയ്യാം. ഞാനിത് വിറ്റിട്ടുണ്ട് എന്ന് ചാറ്റ് ചെയ്താൽ മതി. ആരെങ്കിലും ഇത് സെല് ചെയ്തിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ആരും ഈ പാക്കേജ് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇത് വിൽക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലുള്ള ഇതൊന്നും വിറ്റാ കൊള്ളാം, പക്ഷെ ഇത് എങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ നല്ലതായിരിക്കും. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ ഈ സെഷൻ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാലോ കുറച്ച് സമയം. ഓക്കെ, എന്റെ അടുത്തൊരു ചോദ്യം, ഇത് വിൽക്കുന്നതിൽ എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? ഇത് വിൽക്കാൻ ഇറങ്ങുമ്പോ അത് ടൈപ്പ് ചെയ്തിട്ട് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്, വിൽക്കാൻ ആഗ്രഹമുണ്ട്. ഇത് വിറ്റാൽ എന്ത് കിട്ടും അതറിയോ? വിറ്റാൽ എന്ത് കിട്ടും അറിയോ? വിറ്റാൽ എന്ത് കിട്ടും എന്നറിയുന്ന ആളുകൾ ഒന്ന് ഓക്കെ, ഒരാൾ ഓൾറെഡി കോസ്റ്റ് നിന്നിട്ടുണ്ട്. ആന്റണി സാറ് 300 PV ഫസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് രാധാനാഥൻ മേഡം ഇട്ടിട്ടുണ്ട്, ഷാജി റസാഖ് സാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞു. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്ന ലീഡേഴ്സ് എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് നോർമലി എടുക്കുക. ഒരു കസ്റ്റമർ എടുക്കാൻ സാധ്യത കുറവായിരിക്കും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ സെയിൽസിന് വരുന്ന ഒരാളെ എടുക്കുക. സാറേ ഇങ്ങനെ ഒരു ജോയിനിങ് ആണെങ്കിൽ ജോയിനിങ് കിറ്റുണ്ട്. നമുക്ക് സീരിയസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോം മീറ്റിംഗ് നടത്തി നല്ല ജോയിനിങ് കിറ്റുണ്ട്. അതില്
എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് 4 പ്രീമിയത്തിന്റെ പാക്കേജ് കിട്ടും. ഓക്കെ, 4 പ്രീമിയത്തിന്റെ 10,700 4 പാക്കേജ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 42,800 രൂപ കിട്ടും. 10 അൾട്രാവറി ജ്യൂസ് കിട്ടും. അതിന് 4,000 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. വേണമെങ്കിൽ 500 1000 രൂപ ഡിസ്കൗണ്ട് കൊടുത്താൽ കുഴപ്പമില്ല. 3,000 രൂപ കൊടുത്താൽ പോലും 30,000 രൂപ കിട്ടും. 24 മോർ പവർ ഉണ്ട്. 1,500 രൂപക്കാണ് 30 ഗ്രാമിന്റെ ഒരു മോർ പവർ നമ്മൾ വിൽക്കുന്നത്. ഏകദേശം 36,000 രൂപക്ക് വിൽക്കാനുള്ള മോർ പവർ കിട്ടും. ഒരു സയന്റിഫിക് ഇഷ്യൂ ഉണ്ട്. അത് വേണമെങ്കിൽ വിൽക്കുന്നില്ലെങ്കിൽ സാറിന് തന്നെ ഉപയോഗിക്കാം. കാരണം ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഷൂ ഉപയോഗിച്ചാൽ മതി. ഫുൾ ടൈം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ന്യൂറോൺസ് തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. ഇതാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ എടുക്കുന്നത്. ആരും എടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് പറയാലോ. ഇതാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ എടുക്കുന്നത്. നമ്മളെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ 9,800 പോയി തുടങ്ങും. നമ്മളെ മനസ്സിലേ ദാരിദ്ര്യം, പിന്നെ വരുന്നവരുടെ മനസ്സിൽ ദാരിദ്ര്യം ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ആളുകളെ കൂടെ കൂട്ടുന്നത്. അതൊന്നും മാറ്റി പിടിച്ചാൽ മതി. 16,500 കുറച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും പറയണ്ട. 19,300 പാക്കേജ് സിംഗിൾ എവിടെയും പറയണ്ട. അവര് ഭാര്യയും ഭർത്താവും വാങ്ങി ഉപയോഗിച്ചോളൂ. എന്തായാലും വാങ്ങും. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയാൽ മതി, മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഈ പാക്കേജിലേക്ക് വരുന്ന സമയത്ത് ഈ പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക്, ഒരു സീരിയസ് ആയിട്ട് നമ്മളെ കൂടെ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന എന്താണ്? 300 PBയുടെ ബൂസ്റ്റർ ബോണസ് എന്തായാലും കിട്ടും. 12,120 രൂപ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ കൂട്ടിക്കോ. ഈ 300 PBയുടെ സെയില് വൺ സൈഡിൽ വെക്കുന്ന സമയത്ത് അതർ സൈഡിൽ പവർ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? 300 PB മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 300 × 850 2,400 രൂപ എന്തായാലും കിട്ടും. ഓക്കെ, അതവിടെ മാറ്റി വെക്ക്. നമ്മൾ പറയുന്നത് ഒരു 100 PBയുടെ സെയില് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ഫാമിലി ബോണസ് കിട്ടൂല 6,920. ഇനി ആ 100 PB സെയിൽ വെക്കുന്നത് 24,500 23,000 രൂപയുടെയോ ഒരു ബൂസ്റ്റർ വാല്യൂ പാക്ക് ആണെങ്കിൽ 4,040 രൂപ എക്സ്ട്രാ കിട്ടും. അപ്പൊ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 59,000 മുടക്കുമ്പോ കമ്മീഷൻ അടിസ്ഥാനത്തിൽ 12 10 22,000 രൂപക്ക് മുകളിൽ എന്ത് ചെയ്യും? മൂന്നാമത്തെ ദിവസം വരുമാനം കിട്ടും. കഴിച്ചെത്ര രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എടുക്കുന്നത്? 59,000 22 കഴിച്ച് ബാക്കിയല്ല എടുക്കുന്നത്. അതിന് സാറിന് 4 പ്രീമിയം മാട്രസ് കിട്ടുന്നുണ്ട്. 4 പ്രീമിയം മാട്രസ് നമ്മളിത് സ്റ്റോക്കായി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ 50 PBയുടെ 100 PBയുടെ സെയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ പിക്കപ്പ് സെന്ററിൽ നിന്നും സാധനം എടുക്കണ്ട, ലീഡേഴ്സിനോട് സാധനം വാങ്ങണ്ട. സ്വന്തം സാധനം വിൽക്കുമ്പോൾ ഫാമിലി ബോണസിൽ കിട്ടാൻ 2-3 ദിവസം എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് 42,800 രൂപ വാല്യൂ ഉള്ള പ്രീമിയത്തിന്റെ പാക്ക് കിട്ടുന്നുണ്ട്. 10 അൾട്രാവറി വിട്ട് കഴിഞ്ഞാൽ 40,000 രൂപ കിട്ടും. മോർബോർ വിറ്റ് കഴിഞ്ഞാൽ 36,000 കിട്ടും. മാഗ്നറ്റിക് ഷൂ വിറ്റ് കഴിഞ്ഞാൽ 17,000. 59,000 രൂപ മുടക്കിയാൽ ഏകദേശം 80,000-ത്തിനടുത്ത് മുതലും കഴിച്ച് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പാക്കേജ് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് സംസാരിക്കുമ്പോൾ അവരെ മുന്നിൽ എപ്പോഴും നമ്മൾ ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അവർക്ക് കിട്ടുന്ന മണി ബാക്ക്, അതാണ് സംസാരിക്കേണ്ടത്. ഇത് വിൽക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു മാത്രം. സപ്പോർട്ട് കൊടുക്കണം, പറ്റിക്കരുത്. അങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചാൽ ആരും ഈ പ്രൊഡക്റ്റ് എടുക്കും. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. നിങ്ങൾക്ക് 4 ഫാമിലി കിറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇത് 42,800 രൂപ കിട്ടും. ആരോട് ചോദിക്കണ്ട. ടൈറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഐഡിയ എടുക്കുന്നില്ലെങ്കിൽ, ഒരു രോഗിക്കാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഐഡിയ അടിക്കാൻ പറ്റും അല്ലെ? ഇത് മാത്രം മതി. ഒരു പിക്കപ്പ് സെന്റർ പകരം നമ്മുടെ കയ്യിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കാം? അതല്ലേ സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഏതായാലും നമ്മളിത് എപ്പോഴും എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഇതേപോലെ ഇതിന്റെ മൂല്യത്തിനെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങാൻ തയ്യാറാവും. വിൽക്കുക എന്നുള്ളതിൽ നിന്നും വാങ്ങുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് ആളുകളെ മാറ്റുക. അതിന് കുറച്ച് ക്ഷമ വേണം. ചിലപ്പം അരമണിക്കൂർ കൊണ്ട് സംസാരിച്ചാൽ ചിലപ്പോൾ അത് നടക്കില്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയിരുന്ന് ചിലപ്പം 1 മണിക്കൂറിനും കൂടെ സംസാരിക്കേണ്ടി വരും. നിങ്ങൾ സെയിൽസ് ക്ലോസിങ്ങിനാണ് പോകുന്നതെങ്കിൽ ക്ഷമയോടുകൂടി അദ്ദേഹമായിട്ട് നിന്ന് ജെല്ലായി കഴിഞ്ഞാൽ അവിടെയാണ് സെയിൽസ് ക്ലോസിംഗ് കുറച്ചും കൂടി ഈസി ആവുക. ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഈ പ്രീമിയം പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കറക്റ്റ് പ്രോസ്പെക്ടിങ് ആയിരിക്കണം. ഇത് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെടുത്താണ് ഇത് സംസാരിക്കേണ്ടത്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ സെയിൽസിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിൽപ്പനക്കാരുണ്ട്, കുറെ കോംപ്ലക്സ് പ്രശ്നങ്ങളുണ്ട്, ഫോക്കസും ക്ലാരിറ്റിയും ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വന്ന് പരാജയപ്പെടുന്നതിന് ഒരു റീസൺ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള
ഒരു റീസൺ. യു വിൽ ഫെയിൽ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് യു ഡോണ്ട് ലേൺ ദ സെയിൽസ് സ്കിൽ നെസസറി ടു സക്സീഡ്. നമ്മുടെ പ്രശ്നം അതാണ്. നമുക്ക് വിജയിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു സ്കില്ലാണ് സെയിൽസ് സ്കില്ല്. അത് പഠിച്ചെടുക്കാത്തതാണ് നമ്മുടെയൊക്കെ പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ പരാജയം എന്ന് പറയുന്നത്. അത് എന്താണെങ്കിലും സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൽപ്പന മാത്രമല്ല. നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ സെലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് ആണ്. പെണ്ണ് കാണാൻ പോകുന്നത് ഒരു സെയിൽസ് ക്ലോസിംഗ് ആണ്. ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നത് സെയിൽസ് ക്ലോസിംഗ്, റിയൽ എസ്റ്റേറ്റ്. ഒരു വാഹന കച്ചവടം നടത്തുന്നത് സെയിൽസ് ക്ലോസിംഗ് ആണ്. ഷോറൂമിൽ നടക്കുന്നത് സെയിൽസ് ക്ലോസിംഗ് ആണ്. മാർബിൾ വിൽക്കുന്നത് സെയിൽസ് ക്ലോസിംഗ് ആണ്. അല്ലെ? എല്ലാ മേഖലകളിലും സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് അത്യാവശ്യമാണ്. നെഗോഷിയേഷൻ ചെയ്യണമെങ്കിലും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കില്ല് ഉണ്ടാകണം. അപ്പൊ എന്തൊക്കെയാ നമുക്ക് വേണം? നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽസ് പ്രോസസ്സിൽ എന്തുണ്ടെന്ന് വെച്ചാൽ കുറെ ടെക്നിക്കൽ വാക്കൊന്നും കേട്ടിട്ട് എന്ത് ചെയ്യേണ്ട കൺഫ്യൂഷൻ ആണ്ട. ഒരു സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കണം, അതിനെ പ്രോസ്പെക്ട് ആക്കണം, അവരെ സമീപിക്കണം, അവരുടെ നെഗോഷിയേഷൻ നടത്തണം, എന്നിട്ട് അവരെ ക്ലോസ് ചെയ്യണം. അവരുടെ വീണ്ടും നമ്മൾ റീപർച്ചേസിന്റെ ഓർഡർ എടുക്കണം. ഈ പ്രോസസ്സുകൾ പ്രോപ്പറായിട്ട് നടക്കാൻ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റില് കുറെ ആളുകൾ ഉണ്ടാവും. അല്ലെ? നരേന്ദ്രമോദി നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരെ വേണം നിങ്ങൾക്ക് എഴുതാം. ഈ സസ്പെക്ട് എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള നമ്മളുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുമെന്ന് തോന്നുന്ന എല്ലാ ആൾക്കാരും, ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മളെ പ്രൊഡക്റ്റും സർവീസും ആവശ്യമുണ്ടെന്ന് തോന്നുന്ന എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അവരെ ഇപ്പം മേ ബി ഇതിൽ പലരും ലീഡേഴ്സ് ആയിരിക്കും. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആളുകളായിരിക്കും ചിലപ്പോൾ ലിസ്റ്റും കൊണ്ട് വരിക. അപ്പൊ വരുന്ന സമയത്ത് അവരെ പറ്റി ഒന്ന് പഠിക്കുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവരൊന്ന് പഠിക്കുക. ഇവരെന്താണ്, ഇവരെ ആരാണ്, ഇവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കോ ഇല്ലയോ, അതിനെപ്പറ്റി ജസ്റ്റ് ഒരു റഫായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഈ പിക്ചർ ഇവിടെ ഇടാൻ കാരണം, ഒരു മാനിനെ പിടിക്കാൻ വേണ്ടി ഒരു കടുവ തയ്യാറെടുക്കുന്ന ഒരു സീരിയസോട് കൂടി ഒരു ജാഗ്രതയോട് കൂടി വേണം നമ്മൾ ഒരു സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്തുകൊണ്ട് ഈ മാൻ എവിടേക്ക് പോകുന്നു, എവിടെ വെള്ളം കുടിക്കാൻ പോകുന്നു, എത്ര മിനിറ്റ് കൊണ്ട് അത് വെള്ളം കുടിക്കും, എത്ര മിനിറ്റ് കൊണ്ട് അത് കയറി വരും, എവിടെ വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്ത് ചെയ്യും, അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, അത് മനസ്സിലാക്കും. അപ്പൊ അതേപോലെ നമ്മളൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരണം. അപ്പൊ ആ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോ സമയത്താണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന ഒരു മനോഹരമായ സെയിൽസ് ക്ലോസിംഗുമായി ബന്ധപ്പെട്ട ഒരു തിയറിയിലേക്ക് പോകേണ്ടത്. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആളെ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വേറെ ഔട്ട്സ് മനസ്സിലാക്കും. അയാൾക്ക് ഇത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ. അസുഖമുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇതിൽ ഇരിക്കുന്ന 99% ആളുകളും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. 1% ആളുകളാണ് അസുഖമില്ലാത്ത ആൾക്കാർ നിലവിൽ വാങ്ങിയിട്ടുണ്ടാവുക. നമുക്ക് പറയാനെല്ലാം എളുപ്പമാണെങ്കിലും നമുക്ക് വിൽക്കാൻ എളുപ്പം ഒരു രോഗിക്ക് തന്നെയാണ് പ്രൊഡക്റ്റ്. രോഗി എടുക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഫാമിലി ബോണസ്. അപ്പോ നമ്മൾ സെയിൽസ് എടുത്തേ പറ്റൂ. റിക്രൂട്ട്മെന്റ് ഒക്കെ വേണം. അതിന്റെ വഴിക്ക് നമുക്ക് നടത്തിയെടുക്കണം. നമ്മുടെ ടീമിലേക്ക് ആളുകൾ വരണം, ഒക്കെ വേണം. ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. ടീമിൽ സെയിൽസ് ഇല്ലെങ്കിൽ ഒരൊറ്റ ആളും താഴേണ്ട് പോകില്ല. 100% ഉറപ്പാണ്. ഒരാളും താഴേണ്ട് പോകില്ല. അത് ലീഡർ ആയാലും ശരി, ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ശരി. സെയിൽസ് നിർബന്ധമാണ്. എല്ലാ കട്ട് ഓഫിലും സെയിൽ വെക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ടീം അതായിരിക്കും. അതിന് വേണ്ടത് എന്താണ്, സെയിൽസ് ആണ്. ആള് റിക്രൂട്ട് ചെയ്യപ്പെടണമെങ്കിലും സെയിൽസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ആളെയും നമ്മൾ സെയിൽസ് ക്ലോസിംഗ് ചെയ്യാൻ പോകുന്ന ആളെയും എന്ത് ചെയ്യുന്നു, പ്രോസ്പെക്ട് ചെയ്യും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോസ്പെക്ട് ചെയ്തിട്ടാണ് ഒരു വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ കറക്റ്റ് അവരുടെ ജാതകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റിജക്ഷനും ഒബ്ജക്ഷനും ഒക്കെ കുറക്കാൻ പറ്റും. ഇനി ഇതിലുള്ള ആളുകൾ എന്താ പറയാ, സെയിൽസിലേക്ക് ഇറങ്ങുമ്പോ ഈ പേടി കൊണ്ടാണ് പലരും ഇറങ്ങാത്തത്. അവര് വാങ്ങിയില്ലെങ്കിൽ എന്താണ്, അടുത്ത ആളില്ലേ, 3.5-4 കോടി ജനങ്ങൾ കേരളത്തിൽ മാത്രമുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരാളെടുത്ത് പോയി സംസാരിച്ചു, അത് നിങ്ങളെ മാമനായിരിക്കാം. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് മാമനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് മാമി ഉണ്ടെന്നോ, മാമിക്ക് അമ്മായി അച്ഛൻ ഉണ്ടെന്നോ, അല്ലെങ്കിൽ മാമൻ അമ്മായി അപ്പൻ ഉണ്ടെന്നോ, ഇതൊന്നും ആരും ചിന്തിക്കൂല. ഒരൊറ്റ ഫോക്കസ് ആണ്. പലരുടെയും പ്രശ്നം, ഞാൻ ഉദാഹരണം പറഞ്ഞാണെങ്കിലും, നിങ്ങൾ എപ്പോഴും എന്താ പറയാ, ഏതൊക്കെയോ 3-4 ആൾക്കാരുടെ മുകളിൽ റിലേ ചെയ്ത് നിന്ന് പോകുന്നതുകൊണ്ടാണ് സെയിൽസ് കിട്ടാത്ത പലർക്കും. അതൊന്ന് മാറ്റി പിടിക്കുക.
പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് മാൻ ടെക്നിക് എന്ന് പറയും. അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് വരുമാനം ഉണ്ടോ, അദ്ദേഹത്തിന് വാങ്ങാനുള്ള അതോറിറ്റി ഉണ്ടോ, അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. കുറച്ചും കൂടി എളുപ്പമാവും. ഇനി ഇത് തന്നെ നമുക്ക് റിക്രൂട്ട്മെന്റിലേക്ക് എടുക്കാം. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റുന്ന സമയത്ത് പണമില്ലാത്ത, വീട്ടിൽ അതോറിറ്റി ഇല്ലാത്ത, ആവശ്യമില്ലാത്ത, അല്ലെ, അങ്ങനെ ചിന്തിക്കാം. ഇനി അങ്ങനെയല്ലേ നീഡിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല്, പണമില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ട്, പണം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ കണ്ടോ നിങ്ങൾ? അപ്പൊ ഈ മാൻ ടെക്നിക്ക് രണ്ട് ടൈപ്പിൽ ഉപയോഗിക്കാം റിക്രൂട്ട് ചെയ്യാൻ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാള് വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തില്ല, ഈ പണം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ എന്താ പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ ആദ്യം കൊടുക്കുക. 400 പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ആ വീട്ടിലൊരു ഹോം മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ ഒരു 150 BBയുടെ സെയിൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 6500 രൂപ കിട്ടുമ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ വരും. 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ സെറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,700 പ്രീമിയം പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് 3800 രൂപ കിട്ടുമ്പോൾ ആ വീട്ടിൽ ഏതാണോ രോഗി അവർക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റും കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ബയോട്ടോറിയം ചെയ്യാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ സെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം, റീസൺ ഫോർ ഫെയിലിയർ ടു ക്ലോസ്, സെയിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രശ്നം ഒന്ന് ഫെയിലിയറിന്റെ പേടിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും അവിടം വരെ നടന്നു പോയിട്ട് ഒന്നും നടന്നില്ലെങ്കിലും സംഭവിക്കുന്ന ഒന്നല്ലേ? അറ്റ്ലീസ്റ്റ് നടന്നതിന്റെ രക്തോട്ടെങ്കിലും നടക്കുമല്ലോ അവിടെ പോയതിന്റെ. അപ്പോ എന്ത് ചെയ്യാ, ഫീൽഡിൽ ഇറങ്ങുക. ഫീൽഡിൽ ഇറങ്ങാത്ത കാലത്തോളം നമുക്ക് ഒരു ഫീഡ്ബാക്കും കിട്ടില്ല, നമ്മൾ വളരില്ല. നിർബന്ധമായിട്ടും എന്നെ കേൾക്കുന്ന ആളുകൾ, എന്റെ ടീമിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, ഇറങ്ങുക. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് മാത്രമേ നീന്തം പഠിക്കാൻ പറ്റൂ. കരക്ക് നിന്ന് ഒരാൾ ഇന്ന് വരെ നീന്തം പഠിച്ചിട്ടില്ല. പിന്നെ ഒരു അപകർഷതാ ബോധം, അത് മാറ്റി വെക്കുക. അത് മാറണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡിലേക്ക് ഇറങ്ങണം. ആവശ്യത്തിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണയില്ല. എന്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഫാമിലി ബോണസ് അടിക്കാനാണ്, അല്ലെങ്കിൽ ഒരു 6800 രൂപ കിട്ടാനാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത്, ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത് എന്റെ വീട്ടിലുള്ള സാമ്പത്തിക പ്രശ്നവും എന്റെ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെക്കാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ നിലവിലുള്ള എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അവരെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ കൂടി വേണം ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുക്കാൻ. ചെറിയ ആഗ്രഹങ്ങൾ, വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇറങ്ങാനുള്ള ഒരു മടി ഉണ്ടാവും. ആ മടിയാണ് ആദ്യം മാറ്റേണ്ടത്. അതിന് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ലീഡറുമായിട്ട് ബന്ധപ്പെടണം. എപ്പോഴും സെയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മുടെ ഗൂഗിൾ പേയിലോ അല്ല നമ്മുടെ കയ്യിലേക്കോ കിട്ടുന്ന സമയത്തല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ബസ് കണ്ട ഒരാളോട് സംസാരിച്ച് അവിടെ നിങ്ങൾ ഈസി ആയി പോയിട്ട് വീണ്ടും രണ്ടാമത് സംസാരിച്ചിട്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തിനോട് ആദ്യം സംസാരിച്ച 3-4 വാക്കുകളാണ് അദ്ദേഹത്തിനെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുഷിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംസാരിക്കരുത്. എപ്പോൾ ശ്രദ്ധിക്കുക, സെയിൽസ് ഈസ് ക്ലോസ്ഡ് ഈവൻ ബിഫോർ യു ഷെയർ യുവർ പ്രൊഡക്റ്റ് ഓർ പ്ലാൻ. നിങ്ങൾ പ്രൊഡക്റ്റോ പ്ലാനോ കാണിക്കുന്നതിന് മുന്നെയാണ് സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത്. ചിലപ്പം കുറെ ആളുകൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു ചായ കുടിക്കാനൊരു സ്ഥലത്ത് കയറുന്നു, ഒരു പെട്ടിപ്പീടിയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈന്റെ മുകളിൽ റിസ്റ്റ് ബാൻഡ് കണ്ടപ്പോൾ ഒരാൾ ചോദിക്കുന്നു ഇതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന ഒരു വാക്ക്, ബയോട്ടോറിയത്തിന്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ അല്ല പറയേണ്ടത്. അദ്ദേഹത്തിന് സാർ ഇതൊരു ഭയങ്കര സംഭവമാണ്, ഞാനിപ്പോ ഒരു വർഷമായി ഉപയോഗിക്കുന്നു, ഞാനും കുടുംബം ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന് വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ പരിഹാരം കിട്ടിയ ഒരു ഭയങ്കരമായിട്ടുള്ള എനർജി തരുന്ന ഒരു സാധനം ഇത് എന്ന് മാത്രം പറഞ്ഞു. സാറിന്റെ സമയന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, സാറിന്റെ വീട്ടിലേക്ക് വരാം. അല്ലാതെ അവിടെ വെച്ച് അദ്ദേഹത്തിനോട് നിങ്ങൾ പഠിച്ച കാര്യം മുഴുവൻ പറയുമ്പോഴാണ് അദ്ദേഹത്തിന് മുഷിപ്പുണ്ടാകുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ 4 വാക്കുകളാണ്, എന്നാ പിന്നെ എന്റെ വൈഫിനുണ്ടല്ലോ മുട്ടുവേദന, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ പ്രോബ്ലംസ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളരെ വിദഗ്ധമായി അവിടെ പോയി കണ്ണിങ്ങോട് കൂടി ക്ലോസ് ചെയ്യപ്പെടേണ്ടത്.
അതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റും പ്ലാനും പറയുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് സെയിൽസ് ക്ലോസിംഗ് എന്ന് എപ്പോഴും മനസ്സിലാക്കുക. സെയിൽസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് എന്നാണ്. എന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്റെ മുന്നിലുള്ള ഒരാളുടെ ആഗ്രഹമാക്കിയിട്ട് എനിക്ക് എപ്പോ മാറ്റാൻ പറ്റുന്നോ ആ സമയത്ത് ക്ലോസിംഗ് നടക്കും. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ആരും അംഗീകരിക്കില്ല. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫീൽഡിലാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് 10 ദിവസമായി, ഇവിടെ അംഗീകാരം കിട്ടില്ല. നിങ്ങൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അംഗീകാരം കിട്ടും. നിങ്ങളുടെ എഫേർട്ടിന് ആരും ഒരിക്കലും എവിടെയും റിവാർഡ് ചെയ്യപ്പെടില്ല. 100% നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നു മുതൽ റിവാർഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് മാറാൻ പോവാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, പീപ്പിൾ ബൈ ഫ്രം ഹോം ദേ ലൈക്ക് ആൻഡ് ട്രസ്റ്റ് എന്നാണ്. ആരെയാണോ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, വിശ്വസിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്നാണ് അവർ പറയുന്ന കാര്യങ്ങളാണ് ആളുകൾ വാങ്ങുക. അപ്പൊ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ഇഷ്ടവും അവരുടെ വിശ്വാസവും പിടിച്ചു വാങ്ങാൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ട്രെയിനിങ്. എപ്പോഴും എന്ത് ചെയ്യാം, ഒരു സെയിൽസിലേക്ക് പോകുന്ന മനുഷ്യൻ എപ്പോഴും ഒരു പ്രോബ്ലം ഫൈൻഡർ ആയിരിക്കണം, പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്ന ഒരു മനുഷ്യനാവരുത്. പലരുടെയും പ്രശ്നം ഒരു വീട്ടിൽ കയറുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കയറി ഇരുന്ന ഉടനെ തന്നെ ഈ ബയോട്ടോറിയം കമ്പനി 2008 സ്ഥാപിച്ചാണ്, മഹാരാഷ്ട്രയിലാണ്, MDക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ട്, ഇതിന് ആയുഷ് പ്രീമിയം മാർക്ക് ഉണ്ട്, ആയുഷ് സർട്ടിഫൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കും. അതിന് പകരം ആ വീട്ടിലിരുന്ന് പറ്റുമെങ്കിൽ അവര് വെള്ളം തരാനാണ്, വേണ്ടെന്നും പറയണ്ട, ഷുഗർ ഉണ്ടെങ്കിൽ ചായയിൽ മധുരം വേണ്ടെന്ന് പറയാ, അവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ച് അദ്ദേഹത്തിന് വേറെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക, സാറാ എന്തായിരുന്നല്ലേ മാഡം, എന്തായിരുന്നു, എന്താ ഇപ്പൊ ചെയ്യുന്നത്, ആരൊക്കെയുള്ളത്, ഞാൻ എന്നെ പരിചയപ്പെടുന്നതാണ് സ്വയം. ഞാന് ഇന്ന സ്ഥലത്തു നിന്നാണ്, എന്റെ പേര് ഇതാണ്, ഞാനിങ്ങനെ സലീം ഖബറിന് വന്നതാണ്. അവിടെ പിന്നെ ചില വീടുകളിൽ പോകുമ്പോൾ സലീം സാറ് അല്ലെങ്കിൽ നൈന മേഡം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് അങ്ങ് ധരിക്കൂല. കാരണം ഇന്നലെ വരെ ഇവിടെ വന്ന് എന്റെ കൂടെ നിന്ന ഒരാള്, അപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ അതിലേക്ക് ഒരു പൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് റിസൾട്ട് കിട്ടിയപ്പോ അവര് പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ട്, ആ ടീച്ചറെ അടുത്ത് ഒന്ന് പോയിട്ട് സംസാരിക്കണം. ഇന്നലെ 2-3 ഇൻസിഡന്റ് നമുക്ക് തന്നെ ഉണ്ടായി. അപ്പൊ നമ്മുടെ പ്രീതി മേഡൊക്കെ ഇതിനകത്തുണ്ടാവും, വളരെ ഭംഗിയായിട്ട് സെയിൽ കോഴ്സ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താ വെച്ചാല് അവര് ഒരു വേദന മനസ്സിലാണെങ്കിൽ അവര് നിങ്ങളോട് തുറന്നു പറയണം. തുറന്നു പറയണമെങ്കിൽ ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യണം. റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു അടുപ്പം ആദ്യം കാണുന്ന ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം കിട്ടുന്ന സമയത്ത് അവരുടെ വേദനകൾ പറയും. വേദന മേ ബി നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായതും വേദനയാണ്, ആരോഗ്യ പ്രശ്നം വേദനയാണ്. ഈ 2 വേദനയെ ഒരാൾക്കുള്ളൂ. ഇത് 2ന് സൊല്യൂഷൻ നമ്മളെ അടുത്തുണ്ട് എന്നുള്ളത് ബോധിപ്പിച്ചെടുക്കലാണ് നമ്മുടെ പണി, അല്ലെ? അപ്പൊ അവര് ഒരു പൈൽസ് ആണെങ്കിൽ പോലും നിങ്ങളോട് പറയും. ചിലപ്പം ആ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളോട് പറയും. എപ്പോഴാണ് പറയുന്നത്? നമ്മളോട് ഒരു ഇഷ്ടവും നമ്മളെ ഒരു വിശ്വാസവും വരുന്ന സമയത്ത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയും. ഈ മാർച്ചിലൊക്കെ നമ്മൾ സെയിൽ കോഴ്സ് ചെയ്ത പലതും അവരുടെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി ആയിരുന്നില്ല, അടുത്ത മാർച്ച് ആകുമ്പോഴേക്കെങ്കിലും ലോൺ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 2 പ്രശ്നമാണ്. അപ്പൊ അവരുടെ ഇപ്പോഴുള്ള വേദനയെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, പേടിപ്പിച്ച് ഫ്യൂച്ചർ പെയിൻ ആക്കി മാറ്റണം. നമ്മൾ പണി അതാണ്. സാറ് ഡയബറ്റിക് ആണെങ്കിൽ ഇതിലൊരു സാധ്യത ഉണ്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. 1000കണക്കിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ 10 വർഷം കൊണ്ട് വരും. ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ കാഴ്ചശക്തി പോവും, കിഡ്നിയുടെ പ്രശ്നങ്ങൾ വരും, കാലിലേക്കുള്ള രക്തോട്ടം നിൽക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇപ്പൊ ഇത് ഉപയോഗിച്ചാൽ ഒരു 3-4 മാസം കൊണ്ട് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആശ്വാസം കിട്ടുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാലോ. ഇത് പുതിയ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളെ പണി ഇതാണ്. ഒരാളുടെ വേദനയെ ഒരു ഭാവിയിലുള്ള വലിയ വേദനയാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മള് കൺവിൻസ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തതാണ് സെയിൽ കോഴ്സ് ചെയ്യാനുള്ള ഒരു വലിയ പ്രശ്നം. സാറേ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെങ്കിൽ 2 പേരും കൂടി ഉപയോഗിക്കുന്നില്ല, അപ്പൊ ഇപ്പൊ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നില്ല നല്ലത് എന്ന് പറയാനുള്ള തന്റെ നമുക്ക് വേണം. സാർ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 16,500 രൂപക്ക് സാറിന് 2 പേർക്കുള്ള പ്രൊഡക്റ്റ് കിട്ടും, 3,100 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, ഇത് ലിമിറ്റഡ് ടൈം ഓഫർ ആണ് എന്ന് പറയുന്നതിനുള്ള ധൈര്യം നമുക്കില്ല. കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്, കമ്പനി തുടങ്ങിയ അന്ന് മുതലേ 16,500 ഉണ്ട്. പക്ഷെ നിങ്ങളെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് അറിയില്ലല്ലോ 16,500 പുതിയതാണോ പഴയതാണോ.
ഓഫർ ഉണ്ടല്ലോ, സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ മതി. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചേ സാർ ഇപ്പൊ എടുക്കുവാണെങ്കിൽ 3100 രൂപ ഡിസ്കൗണ്ട് കിട്ടൂലേ? നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാം. പൈസ ചോദിക്കുന്നതിന് ഏറ്റവും വലിയ മടി സാറേ, അങ്ങനെയാണെങ്കിൽ ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ സാറ് ചെയ്യുന്നത് എന്ന് ചോദിക്കോ. അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നിങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്നാ പിന്നെ ശരി, നമ്മൾ ഏകദേശം എല്ലാം ക്ലോസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് അയാൾ പറയും അവരുടെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല, അവരെന്ത് ചെയ്യും, അടുത്ത ആഴ്ചത്തേക്ക് റെഡിയാക്കി വെച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അവർ പൈസ തരും, അവരുടെ ഒരു ആഗ്രഹം. നിങ്ങൾ ദയവ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൂട്ടി പോവാണെങ്കിൽ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കണം, അദ്ദേഹം ക്ലോസ് ചെയ്ത് തന്നേക്കും എന്തായാലും. എപ്പോഴും ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. സാറ് റിട്ടയർഡ് ആയോ എന്ന് ചോദിക്കും, അതേന്ന് പറയും. സാർ ടീച്ചർ ആയിരുന്നോ, അതേന്ന് പറയും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. അങ്ങനെയുള്ള എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാല് അവര് നമ്മളോട് കുറച്ച് 5-10 വാക്കുകളായിട്ട് ഉത്തരം തരുന്ന ചോദ്യങ്ങൾ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്ന് വെച്ചാല് അവര് നമ്മൾ ചോദിക്കാണ്, സാറ് വെരിക്കോസ് ഒക്കെ വന്നിട്ട് കുറെ കാലമല്ലേ, ഇനിയിപ്പം ഇപ്പൊ വേദന ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര മാസമായി എന്ന് പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ ഹിസ്റ്ററി പറയും. ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക, സാർ ഇപ്പൊ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ എത്ര വർഷം റിട്ടയർഡ് ആയിട്ട്, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ, എന്തെങ്കിലും പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും. അങ്ങനെ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് യെസ് അല്ലെങ്കിൽ നോ എന്ന് കിട്ടുന്ന ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് പറയും അതിനാ ടെക്നിക്കലായി. അത് ചോദിക്കരുത്. എപ്പോഴും ചോദിക്കുമ്പോ അവര് കുറച്ചധികം വാക്കുകളോട് നമ്മളോട് പറയണം. അവരെ എന്ത് ചെയ്യണം, ഓപ്പൺ അപ്പ് ചെയ്യണം നമ്മൾ. അപ്പോൾ മാത്രമേ അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവും. കുറെ അവർ പറയുന്ന കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവർ കുറെ കൂടി അടുക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അവരുടെ ഒബ്ജക്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു 10 വീട്ടിൽ നിന്ന് കയറുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത 10 വീട്ടിൽ അപ്ലൈഡ് ഇല്ലെങ്കിലും നിങ്ങൾ ഇന്ന് കയറി ഈ കമ്പനിയുടെ ഈ ഉൽപ്പന്നത്തിനെ ഒന്ന് പരിചയപ്പെടുത്തണം. അത് നമ്മുടെ മാട്രസ് പേഡ് വേണ്ടാത്ത വീട്ടില് പശുവിനെ നെയ്യിനെ കുറിച്ച് പറയണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി അവിടെ കുട്ടികളുണ്ടെങ്കിൽ അൾട്രാവറിയെ കുറിച്ച് പറയാം. അവിടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മോർപ്പവറിനെ കുറിച്ച് പറയും. എല്ലാ പ്രൊഡക്റ്റുകളുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് പറയാനല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ ആദ്യം അനലൈസ് ചെയ്യണം. അവിടെ എന്താണോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അത് മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾ റീപർച്ചേസിൽ എടുത്ത പ്രൊഡക്റ്റില്ലേ, അത് വിറ്റാലും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയതിന്റെ കൂലി എന്നുള്ള രീതിയിൽ 1000 രൂപ പ്രോഫിറ്റ് കിട്ടാത്ത ഒരു പ്രൊഡക്റ്റും നമ്മൾ എടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ അൾട്രാവറിയായും മോർപ്പവറായും പശുവിന്റെ നെയ്യൊക്കെ ആയിട്ട് വിറ്റ് 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 വരുന്ന സമയത്ത് നമ്മൾ 10 വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തെന്ന് വെച്ചോ, അതിന് 4 പേര് നിങ്ങളെ കൂടെ നാളെ ബിസിനസ് ചെയ്യും. നിങ്ങൾ ഇപ്പോഴും പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവത്തിനെ കാത്തു നിൽക്കുക. ചെങ്കോലും കിരീടമൊക്കെ വെച്ച് എവിടുന്നോ വരുന്ന ഒരു ദൈവത്തിനെയും കാത്ത് ഇവിടെ ഇരിക്കുക. ഇപ്പോഴും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ കൂടെ വരും. നമുക്ക് വേണ്ടത് കോൺഫിഡൻസ്, ഒടുക്കത്തെ കോൺഫിഡൻസും ഒടുങ്ങാത്ത ആവേശവും മാത്രമേ വേണ്ടൂ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ. ഇവിടെ വിദ്യാഭ്യാസം വേണ്ട, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം പറയുമ്പോ നടക്കുമ്പോ ഒക്കെ. എന്തുകൊണ്ടാന്ന് വെച്ചാല് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നിലിരിക്കുന്ന വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പീപ്പിൾ ബൈ യുവർ എനർജി ഫസ്റ്റ് എന്നാ പറയാ. ഇപ്പൊ എല്ലാ പഠനങ്ങളും പറയുന്നത് ഒരു യെസ് മൈൻഡോട് കൂടി വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇന്ന് എത്ര പേര് ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങും? ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എത്ര പേര് ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങും? ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ ഇറങ്ങാത്ത ആൾക്കാർ മീ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനകത്ത് ഞാൻ ഇറങ്ങാം. കാരണം ഇറങ്ങുന്ന നിങ്ങൾക്കാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്ത് ചെയ്യണം. ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ലൈക്ക് അടിക്കാം. മനോജ് സാർ ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ ഇതിന്റെ റിസൾട്ട് ചോദിക്കണേ സാറേ. ഇത് ടി വിയിൽ കാണണം. ഓക്കെ, നമ്മളൊരു കൺഫ്യൂഷനിലാണ്, ഒരു ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റിയിലാണ്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫീൽഡ് പോകണ്ട. കാരണം അതൊന്നും നടക്കൂല. അതിനെയൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു അപ്ലൈ ലീഡറെ വിളിച്ച്
എന്ത് ചെയ്യണം, നിങ്ങൾ ഫീൽഡിലേക്ക് പോയിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ അപ്ലൈ ലീഡർ നിർബന്ധമായിട്ടും കൂട്ടുക. അദ്ദേഹത്തിനോട് പറയാം, ഇന്ന വീട്ടിലൊന്ന് സംസാരിക്കണം, ഞാനൊരു ഇൻട്രോ തരും, ബാക്കി സാർ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജി കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യാൻ പോയ സ്ഥലത്ത് നടക്കാതെ നമ്മുടെ അപ്ലൈ ലീഡർ വന്ന് ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ, ഈ കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റി, കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റി, കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച്, കമ്പനിയുടെ പ്ലാനെ കുറിച്ച് നമ്മളെക്കാളും 100 ഇരട്ടി വിശ്വാസവും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ലീഡർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി അത്രയും ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് അവര് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ആവണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം, നീന്തി തുടങ്ങണം ഇന്ന് മുതലെങ്കിലും. പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ഡ്രസ് കോഡ് കറക്റ്റ് ആയിരിക്കണം, കാണുമ്പോൾ ആകർഷണമായി നിൽക്കുന്ന വൃത്തിക്കുള്ള ഡ്രസ്സ് ധരിച്ചു പോകണം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നല്ല ജെന്റിൽ ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. ഇങ്ങനെയൊന്നും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേക്കരുത്, വളരെ മാന്യമായ രീതിയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഒരു സ്ത്രീ ആണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ ഒരു പുരുഷൻ ഒരു കാരണവശാലും ആദ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. പക്ഷെ ഒരു സ്ത്രീ ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മറക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ അവിടെ അവരെന്ത് പറയുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ അംഗീകരിച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും, അവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും, അവരുടെ മതവിശ്വാസം വേറെ ആയിരിക്കും, എന്റെ മതവിശ്വാസം വേറെ ആയിരിക്കും. അവർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഞാൻ ചിലപ്പോൾ ദുബായിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ വിഷയം അതൊന്നുമല്ല. നമ്മളെ വിഷയം 50,000 രൂപേന്റെ പാക്കേജ് അവിടെ കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ചിരിക്കാൻ പഠിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഓപ്പൺ ഹാൻഡ്സ്, അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക. ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചായ ഇരിക്കാതെ നമ്മൾ ആദ്യം കുറച്ച് മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അദ്ദേഹവും മുന്നോട്ടിരിക്കും. ആ സമയത്ത് ആ എനർജി ഒന്നും കൂടി എന്ത് ചെയ്യും, കറക്റ്റ് സിങ്കാവും. ടച്ച്, അതായത് ഷെയ്ക്കാൻ കൊടുക്കുന്നു, നമ്മൾ ബ്രോഷർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ജസ്റ്റ് ക്ലോസ് ആവാൻ നോക്കുക. ഐ കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മൾ വിൽക്കാൻ പോകുന്നത് ലോകത്തിൽ ഇന്ന് വരെ വേറൊരു കമ്പനിയും വിൽക്കാത്ത ഒരു പ്രൊഡക്റ്റും ഒരു പ്രൊജക്റ്റാന്നുള്ള ആത്മാഭിമാനം നമുക്കുണ്ടായിരിക്കണം സംസാരിക്കാൻ. നമ്മൾ കട്ട മുതൽ വിൽക്കാൻ സേട്ടുവിന്റെ വീട്ടിൽ പോകുന്ന പോലത്തെ ആളുകളാവരുത്. പറഞ്ഞത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നോഡിങ്. നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ തലയാട്ടരുത്. ആ സാറേ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരറിയാതെ തലയാട്ടി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ. അതുവരെ മിണ്ടരുത്. അവരെ ഇങ്ങനെ ആട്ടി തുടങ്ങണം. ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ആട്ടി, ഇപ്പൊ തന്നെ അതിനാ വേണ്ടി ഇങ്ങനെ ആട്ടുന്ന കാണുന്നുണ്ട്. ഓക്കെ, അതൊരു ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധനമാണ് നോഡിങ് എന്ന് പറയുന്നത്, തല ഇളക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു 10 മിനിറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോട്ടീനെ കുറിച്ചൊക്കെ. ട്രസ്റ്റ് ഈസ് ബിൽഡ് ഓൺ ഫസ്റ്റ് ഇംപ്രഷൻ. അതിൽ ആരെ കാണുമ്പോഴാണ് നമുക്കൊരു ഇഷ്ടം തോന്നുക? ഫുൾ ടാറ്റോ ഒക്കെ അടിച്ച് വന്ന ഒരാൾ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോകും. അതുപോലെ നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും അവരിയ്ക്കുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പരമാവധി ഇതേപോലെ ഇന്റർനാഷണൽ ലെവലിലെ ആളുകൾ എന്ന് പറയും. എന്നാൽ നമ്മൾ അറിയാതെ മെല്ലെ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ചും കൂടി ജെല്ലാവുക. ഇനി എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഒരുപടി നമ്മുടെ കസ്റ്റമർ മുകളിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എനർജി അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിൽ ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മൾ ഒരുപോലെ ആയിരിക്കണം. ഒരിക്കലും താഴെ ഇരുന്ന് സംസാരിക്കരുത്. മിററിംഗ് എന്ന് പറയുന്നതിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ ഞാൻ തന്നേ ഉള്ളൂ. കാരണം അവരൊക്കെ കൈയും കാലൊക്കെ വെച്ച് കണ്ടില്ല ഒരുപോലെ. അപ്പൊ എന്താ ചിലപ്പോൾ കുറെ കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ നടക്കും. അവിടെ ആക്സെപ്റ്റൻസ് കൊടുക്കും. നമ്മുടെ കയ്യിൽ എല്ലാ ആളുകൾക്കും പണിസാധനങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം, പ്രൈസ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം, പ്രൊമോഷൻസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം, സാമ്പിൾസ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് റിസ്റ്റ് വേണ്ടി വാട്ടർ ജിപ്പ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ സാധനങ്ങൾ കൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി.
ലോകത്തിലെ ഏറ്റവും നല്ല സെയിൽസ്മാൻമാരൊക്കെ ഏറ്റവും കൂടുതൽ ലിസണിങ് സ്കില്ലുള്ള ആളുകളാണ്. നമ്മളെ പ്രശ്നം നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. മോസ്റ്റ് പീപ്പിൾ തിങ്ക് സെല്ലിംഗ് ഈസ് സെയിം ആസ് ടോക്കിംഗ്. ആളുകൾ ഇപ്പോ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ആണെന്നാണ്. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നതല്ല, കേൾക്കുന്നതാണ്. But the most effective sales people know that listening is the most important part of the job. ലോകത്തിലുള്ള ഏറ്റവും സ്കില്ലുള്ള സെയിൽസ് പീപ്പിൾക്ക് അറിയാം ലിസണിങ് ആണ് ഏറ്റവും നല്ലൊരു സ്കിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ ശ്രദ്ധിക്കാനും അവരെ കേൾക്കാനുമുള്ള സമയം നിങ്ങൾ കൊടുക്കണം. ഒരു 360 ഡിഗ്രിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ അപഗ്രഥിക്കാൻ. അവിടെ കയറുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് പഠിക്കണം. കയറി കഴിഞ്ഞതിന് ശേഷം ആ സാഹചര്യം പഠിക്കണം. ആ വീടിന്റെ മുറ്റം, ചെടികൾ, കാര്യങ്ങൾ, അവിടെ വളർത്തു മൃഗങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പഠിക്കണം. ആ വീടിന്റെ അവസ്ഥ, വീടിന് പെയിന്റ് അടിച്ച് എത്ര മാസമായി, എത്ര വർഷമായി, ആ പൂപ്പൽ പിടിച്ചിട്ടുണ്ടോ, വാർപ്പിന്റെ സീലിംഗിന്റെ താഴെ കമ്പിയൊക്കെ പുറത്ത് കാണുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് നാളെ ഉപകാരപ്പെടും. എന്തിനാണ് മനസ്സിലാക്കി വെക്കുന്നത് വെച്ചാൽ അവിടെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്, അവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. മുറ്റം അടിച്ചിട്ടില്ലെങ്കിൽ അവിടെ അമ്മ ഇല്ലെന്നോ അല്ലെങ്കിൽ അമ്മക്ക് മുട്ടുവേദന ഉണ്ടെന്നോ നമുക്ക് ഊഹിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതല്ലോ. ഒരു ഓൾമോസ്റ്റ് അയലിൽ തുണിയിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രായത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരോട് ചോദിക്കാതെ തന്നെ നമുക്ക് ഏകദേശം ഊഹം കിട്ടും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 360 ഡിഗ്രിയിൽ എല്ലാത്തിനും അപഗ്രഥിക്കുക. അപ്പൊ നമുക്കൊരു ക്ലിയർ വിഷൻ കിട്ടും. അവിടെ ഒബ്ജക്ഷൻ കുറയും. നമ്മൾ അവരിലേക്ക് ഒന്ന് ജെല്ലാവാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ ഇതിന്റെ സയൻസ് ഒന്നും ഒരു സ്ഥലത്ത് ദയവ് ചെയ്ത് പറയാൻ പോകരുത്. ആകെ ചെയ്യേണ്ടത് കഥ പറയാന്നുള്ളതാണ്. ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ, ഈ കമ്പനിയെ കുറിച്ചും ഈ പ്രൊഡക്റ്റ് വാങ്ങിയ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു കഥാരൂപത്തിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കഥ കേൾക്കുന്ന ആളുകൾ എന്നും അത് ഓർമ്മിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഈ സൂമിലുള്ള പലരുടെയും എക്സ്പീരിയൻസ് ഞാൻ പല സ്ഥലത്തും വിറ്റ് പൈസ ആക്കിയിട്ടുണ്ട്. അതേപോലെ നിങ്ങളും അതങ്ങ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അതിന്റെ നമുക്ക് വേറെ ദിവസം സംസാരിക്കാം. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തിന്റെ ഹോർമോണിനെയും നമ്മുടെ ഉള്ളിൽ ഈ ഡൊപ്പാമിനെയോ ഓക്സിറ്റോസിനെയോ എൻഡോർഫിനെയോ ഒക്കെ എന്ത് ചെയ്യാൻ എൻഹാൻസ്. നല്ലൊരു കഥ കേൾക്കുന്ന സമയത്ത് വേദന മറന്നു എന്തുകൊണ്ടാ വെച്ചാൽ എൻഡോർഫിനെ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ്. നല്ലൊരു കഥ കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഓക്സിറ്റോസിനെ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ്. നല്ലൊരു കഥ കേൾക്കുന്ന സമയത്ത് സ്ട്രെസ്, ഫിലിം കാണുന്ന സമയത്ത്, നല്ല കഥ കേൾക്കുന്ന സമയത്തൊക്കെ സ്ട്രെസ് കുറയുന്നത് കോർട്ടിസോൾ ലെവലിനെ കുറക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കഥ പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ തലച്ചോറ് സംഭവിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഒബ്ജക്ഷനെ കുറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റും കഥ പറയുമ്പോൾ. ഇപ്പൊ സലീം സാറൊക്കെ രാവിലെ വന്നിട്ട് അദ്ദേഹം പ്രൊഡക്റ്റ് കൊടുത്ത കുറെ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, എത്രയോ വർഷം കിടന്നുപോയ, സ്ട്രോക്ക് വന്ന് കിടന്നുപോയ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് അവർ എണീറ്റ് നടന്ന കഥയൊക്കെ പറഞ്ഞില്ലേ, ആ കഥ നമുക്കും പറയാം. തൃശ്ശൂരിലെ സലീമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് പറയാൻ വിദ്യാഭ്യാസം വേണ്ടല്ലോ, അത് പറയാൻ അതിൽ MBA എടുക്കണോ? വേണ്ടല്ലോ. അത് നമ്മൾ സൂമ് കേൾക്കുന്ന കഥകളൊക്കെ എന്തിനാണ്? ഈ മീൻസ് ഞാൻ കഥ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കഥാരൂപത്തിൽ നമ്മുടെ മുന്നിൽ നിന്ന് ആളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരെ ട്രിഗർ ചെയ്യും. ആ ട്രിഗർ ചെയ്യുന്ന സാധനം ഇന്ന് അവര് നമ്മളടുത്ത് പൊടച്ച് വാങ്ങിയില്ലെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയോ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ നിങ്ങളെ വിളിക്കും. അതാണ് ഒരു സെയിൽസ്മാന്റെ വിജയം എന്ന് പറയുന്നത്. സ്റ്റോറി ടെല്ലിംഗ്, എന്ത് സ്റ്റോറി പറയണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇതിൽ വന്ന് നിങ്ങളുടെ സ്വന്തം കഥ പറയാം. ആദ്യം നിങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിന് മുന്നേയുള്ള നിങ്ങളും പ്രൊജക്ട് ഏറ്റെടുത്തതിന് ശേഷമുള്ള കഥ പറയാം. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ്, നിങ്ങളുടെ ടീമിലുള്ള സക്സസ് സ്റ്റോറീസ് പറയാം. അത് കസ്റ്റമർ ആണോ ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കഥയായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ പറയാം. അപ്പൊ അവരുടെ സ്ട്രഗിൾ നിങ്ങളോട് പറയും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഒന്നും കൂടി കുറച്ചുകൂടി ഓപ്പൺ ആകാൻ വേണ്ടി സാധിക്കും. കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് എന്ത് കാണിച്ചു കൊടുക്കുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങളെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മിറർ ന്യൂറോൺസ് ആക്റ്റീവ് ചെയ്യും. നമ്മൾ അവരുടെ കഥയിൽ അങ്ങ് ജീവിച്ചു പോകും കുറെ സമയത്തേക്ക്. ഈ കഥയിൽ നമ്മൾ പറഞ്ഞ കഥ കേട്ട് അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങണം, അദ്ദേഹത്തിന്റെ വൈഫിന് പ്രൊഡക്റ്റ് വാങ്ങണം. എന്റെ ഒരു ഉദാഹരണം, ഞാനും ഷിയാസാൻ കൂടി ഒരു ദിവസം മുന്നേ പറഞ്ഞത്, ഞങ്ങളൊരു വീട്ടിൽ പോയി ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് വേറെ ഇക്ബാൽക്ക പറഞ്ഞ, ഇപ്പൊ നമ്മുടെ സുഹൃത്ത് അറിയില്ല ഇരിക്കുന്നുണ്ട്,
അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ഒരു 10-20 മിനിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇക്ബാൽക്ക് ഒരു 19,300 ഗൂഗിൾ പേ എന്നിട്ട് ഷിയാ സാറിന് ഇടക്ക പ്രൊഡക്റ്റ് ഇപ്പൊ തന്നേക്കുന്നത്. അത് മാറി അദ്ദേഹം പോയി. പിറ്റേന്ന് രാവിലെ ഷിയാ സാറിനെ വിളിച്ചു പറയാണ്, ഷിയാ ഞാൻ ഇന്നലെ ഈ 19,300 പ്രൊഡക്റ്റ് വാങ്ങി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല, എനിക്ക് ഒന്ന് മതി, ഒന്ന് തിരിച്ചെടുക്കുമെന്ന് വെച്ച്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കഥക്ക് പ്രാധാന്യം അത്രയുണ്ട്. കാരണം അവരെ അറിയാതെ വാങ്ങി പോകും. അത് നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ അവരുടെ തലച്ചോറിലേക്കുള്ള ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി ആണ് ഒരു സ്റ്റോറി രൂപത്തിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ഈസ് ദ സ്റ്റോറി ടെല്ലർ. കഥ പറയുന്ന ആളുകളാണ് ഏറ്റവും പവർഫുൾ ആയ ആളുകൾ. ദ സ്റ്റോറി ടെല്ലർ സെറ്റ്സ് ദ വിഷൻ, വാല്യൂസ് ആൻഡ് അജണ്ട ഓഫ് എൻ എൻ്റയർ ജനറേഷൻ ദാറ്റ് ഈസ് ടു കം. നാളെ വരാൻ പോകുന്ന, അല്ലെ, നമുക്ക് നമ്മളെ സംബന്ധിച്ച് നാളത്തെ സെയിലിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നൊരു കഥ പറയാന്നുള്ളതാണ്. ആ കഥ പോലെ അങ്ങ് പറഞ്ഞേക്കുക. സെയിൽസ് കോഴ്സ് ചെയ്യാൻ ഇതിലും എളുപ്പമുള്ള പരിപാടി വേറെയില്ല. പീപ്പിൾ ഡു നോട്ട് ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്, ദേ ബൈ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റോറീസ്. ആളുകള് ബന്ധങ്ങളും കഥകളുമാണ് പർച്ചേസ് ചെയ്യുക, അല്ലാതെ ഒരിക്കലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് അല്ല. അത് സെക്കൻഡറി ആണ്. അപ്പൊ കഥ പറഞ്ഞ് പഠിക്കുക ഇന്ന് മുതൽ. വെറുതെ ഒരു വീട്ടിൽ പോവാ, ഇന്നൊരു 10 വീട്ടിൽ കയറി ഞാൻ കഥ പറയും എന്ന് തീരുമാനിച്ചിട്ട് വേണം ഈ സൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുന്നിൽ കാഴ്ച, ഇത് ഞാൻ ഷോർട്ടായിട്ട് പറയും, എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, 3 തരത്തിലുള്ള കസ്റ്റമേഴ്സ് അവരെ നമുക്ക് പേഴ്സണാലിറ്റി ബേസിൽ. ഒന്ന്, അവർക്ക് സംസാരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ട് സംസാരിക്കുക. നിങ്ങൾ ബ്രോഷർ നോക്കുന്നു, നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുന്നു, നിങ്ങളുടെ ഡ്രസ്സിലേക്ക് നോക്കുന്നു. അപ്പൊ മനസ്സിലാക്കണം അതൊരു വിഷ്വൽ ഇമ്പാക്ട് ഉള്ള ആളാണ്. പിന്നെ അവിടെ അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാം, ഓരോരോ പ്രൊഡക്റ്റും ബ്രോഷറൊക്കെ കാണിച്ചു കൊടുത്താൽ സെയിൽ പോസ്റ്റിംഗ് കുറച്ചും കൂടി എളുപ്പത്തിലായിരിക്കും. ഓഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ, കേൾക്കട്ടെ, കേൾക്കട്ടെ എന്ന് സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. എല്ലാവർക്കും കേൾക്കാനാണ് താല്പര്യം. സ്ത്രീകൾ പൊതുവെ ഓഡിറ്ററി ആയിരിക്കുന്നതാണ്. അപ്പൊ ആ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് നിങ്ങൾ കൂടുതൽ കഥ പറയേണ്ടത്. മറ്റേ ആളുകൾക്ക് എന്ത് ചെയ്യണം? വിഷ്വൽ ആയിട്ടുള്ള ട്രീറ്റ് കൊടുക്കണം. ഇത് കേൾക്കാനുള്ളത്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് വന്നിട്ട് ഷെയ്ക്ക് ചെയ്തിരുന്നു, ചോലിൽ തട്ടുന്നു, എന്തെങ്കിലും ഒരു സാധനം ബ്രോഷറൊക്കെ എടുത്തു കൊടുക്കും, പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കുന്നു. മൊബൈലിലേക്ക് നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ കൈയോടെ വാങ്ങുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഈ ടച്ചിലാണ് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അവര് കിനസ്തെറ്റിക് ആയിരിക്കും. ഈ 3 കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് ഒരു സെയിൽസ്മാൻ എന്ന രീതിയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ലാണ്. അപ്പൊ അവരെ അതേപോലെ ട്രീറ്റ് ചെയ്യുക. കിനസ്തെറ്റിക് ആയ ആളുകൾക്ക് അധികം വർത്താനം പറയണ്ട. നല്ല എന്താ പറയാ, കളർഫുൾ ആയിട്ടുള്ള ബ്രോഷറോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഒക്കെ അവരെ കയ്യിൽ കൊടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ എന്ത് ചെയ്യും, മേക്കട്ട് ഇങ്ങനെ ഞെക്കി നോക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം ഇയാൾ കിനസ്തെറ്റിക്. നെയ്യിന്റെ ഒരു ബോട്ടിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ പറിച്ചു വെക്കുന്നുണ്ടോ ചില ആളുകൾ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് കിനസ്തെറ്റിക് ആയിരിക്കും എപ്പോഴും. അപ്പൊ അവരെ ഈസി ആയിട്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റും എപ്പോഴാണ് ഇത് അവരുടെ ബലഹീനത കൂടിയാണ് ഈ സംഭവങ്ങൾ, ഈ 3 കാര്യങ്ങൾ. അപ്പൊ ആ ബലഹീനത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എളുപ്പത്തിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് ക്ലോസിങ് ഈസി ആക്കും എന്നുള്ളതാണ്. ആകെ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴാണ് സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത് വെച്ചാൽ 5% കമ്മിറ്റ്മെന്റിന് പുറത്ത്. അത് നമ്മുടെ മാമനും മരുമക്കളൊക്കെ ആയിട്ടുള്ള പരിപാടി കുടുംബക്കാർക്ക് കൊടുക്കുന്നത് 5% മാത്രമാണ്. നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 10% സെയിൽസ് ആണ്. ഓക്കെ, ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 10 പേര് നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ട് സാധനം വാങ്ങിക്കുന്നു, 5 പേര് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് വാങ്ങുന്നു. പക്ഷെ ബാക്കി 85% ആളുകളും നമ്മൾ അവരുമായിട്ടുള്ള എൻഗേജ്മെന്റ് സ്റ്റേജിൽ മാത്രമേ പ്രൊഡക്റ്റ് വാങ്ങും. അതുകൊണ്ടാണ് മിനിമം 5 ഫോളോ അപ്പ് എങ്കിലും നടത്താൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെയിൽസ് ക്ലോസിംഗിന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ റൂളേ ഉള്ളൂ സെയിൽസിന്, KLT. ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. K ഫോർ നോ എന്ന് പറയും, അറിയുക, പരസ്പരം അറിയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അറിയാം. അതാണ് ഒന്നാമത്തെ റൂൾ, നോയിങ് ദ കസ്റ്റമർ. അതേപോലെ തന്നെ കസ്റ്റമർ നിങ്ങളെ അറിയണം. നോ എന്ന് പറയും, KNOW, നോ. L എന്ന് പറഞ്ഞാൽ ലൈക്ക്, പരസ്പരം സംസാരിച്ച് അറിയുന്ന സമയത്താണ് ഇഷ്ടം വരിക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോയി, L, ലൈക്ക്, തമ്മിൽ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ എത്തി. നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് വാങ്ങിയില്ലെങ്കിലും നമുക്ക് നാളെ സീബക്തറും ജ്യൂസ് ഇറങ്ങുമ്പോൾ അതും കൊണ്ട് അവിടെ പോകാനുള്ള ഒരു ഇഷ്ടവും അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. മൂന്നാമത്തത്, ഇഷ്ടമുള്ള നമ്മളോട് അവർ സംസാരിച്ച് കഴിയുമ്പോൾ 2-3 ഫോളോ അപ്പ് കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് ഉണ്ടാകുന്നതാണ് ട്രസ്റ്റ്. അത് ആദ്യത്തെ വിസിറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർമ്മിച്ചാൽ മതി.
വിശ്വാസം, നമ്മൾ എങ്ങനെയാണ് നമുക്ക് പുറത്തു തന്ന ആളെ നമ്മൾ അപ്ലൈനെ വിശ്വസിച്ചത്, അത് ഒരു ദിവസം കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ നമ്മളോട് ഇടപെടലിൽ, അദ്ദേഹത്തിന് മാർക്കറ്റിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ കൂടെ വരുമ്പോഴുള്ള എല്ലാം വിശ്വാസം. ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ മെയിൻ വെല്ലുവിളി. അതിനാകെ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചാൽ മതി. ഹൃദയം കൊണ്ട് ആളുകളോട് സംസാരിക്കുക, അവരെ പറ്റിക്കാൻ പോകരുത്. വളരെ 6:55, 5 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് വേണമെന്ന് വെച്ചാല് ഒരു മാജിക് വേർഡ്സ് ഉപയോഗിക്കുക. സാർ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെന്റാസ്റ്റിക് ആണ്, ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട്. അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇതൊരു അടിപൊളിയാണ്, ഇത് ഭയങ്കര സംഭവമാണ്, ഇത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആ അപ്പുറത്തെ വീട്ടിലെ നവീസ്ത എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2-2.5 വർഷമായിട്ട് കസേരയിലായിരുന്നു, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ മുറ്റടിക്കുന്നുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് സത്യമായിട്ട് പറഞ്ഞാൽ മതി. ഒരു എക്സ്പീരിയൻസ് ബാക്ക് പെയിൻ വന്ന, ഞാൻ എന്റെ അമ്മയുടെ ബാക്ക് പെയിൻ റിസൾട്ട് പറയാറുണ്ട്, എന്റെ വൈഫിന് മൈഗ്രെയിൻ റിസൾട്ട് പറയാറുണ്ട്, എന്റെ കൂടെ വന്ന കുറെ ആൾക്കിന്റെ റിസൾട്ട് ഒക്കെ ഞാൻ പറയാറുണ്ട്. അതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനും കുടുംബത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവര് ട്രിഗർ ചെയ്യണം, എന്നാ ഉമ്മക്കൊന്ന് വാങ്ങി കൊടുക്കുക, നമ്മളെ സംബന്ധിച്ച് നമ്മൾ സക്സസ് ആണോ. അതേപോലെ നമ്മൾ പ്രൊജക്റ്റും പ്രൊഡക്റ്റും പറയുമ്പോൾ ഇതൊരു മിറാക്കിൾ, ദൈവം തൊട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഫാത്തിമ മേഡത്തിന്റെ റിസൾട്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഈ മുന്നിലിരിക്കുന്ന ആളൊരു ടീച്ചറായിരിക്കും, ഒരു പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണ ആരോ ആവട്ടെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരോട് സിമിലാരിറ്റി ഉള്ള എന്തെങ്കിലും ഒന്നിനെ കൊണ്ടേ കൊടുത്തു അവിടെ. ഞാൻ സംസാരിക്കുന്നത് ഇപ്പം നാനാ മേഡത്തിന്റെ അടുത്താണെങ്കിൽ, നാനാ മേഡം ഒരു നേഴ്സ് ആണെങ്കിൽ, ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഒന്നുകിൽ പ്രീതി മേഡത്തിന്റെ അല്ലെങ്കിൽ വീണ മേഡത്തിന്റെ ഒക്കെ എന്ത് ചെയ്യും, കഥ അങ്ങ് പറഞ്ഞേക്കണം. അവര് നേഴ്സാണ്, നിങ്ങൾ നേഴ്സാണ്. അപ്പൊ എന്തായി, അവിടെ ഒരു കണക്ഷൻ വരും അറിയാതെ. നമ്മളെ വീട്ടിൽ പോലീസുകാരനില്ല, ഞാൻ പോലീസല്ല, പക്ഷെ ഞാൻ മുന്നിലിരിക്കുന്ന ആള് പോലീസുകാരനോട് സംസാരിക്കുന്നെങ്കിൽ, സാറേ ഇങ്ങനെ ഇന്ന ആള് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത് നമുക്കറിയാലോ, എത്രയോ പോലീസ് ഓഫീസർ വാങ്ങുന്നുണ്ട്, അവരെ ഫോട്ടോ കാണിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആവും നമ്മുടെ അടുത്ത്. ഫൈൻഡ് ഔട്ട് സിമിലാരിറ്റീസ് എന്ന് പറയും. അപ്പൊ ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു മാഷൊക്കെ സംസാരിക്കുന്നെങ്കിൽ വേറൊരു മാഷ് കൂടേണ്ട ബെസ്റ്റ് ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറൊരു മാഷെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ മാഷും തമ്മിലുള്ള ഒരു കോമ്പോ വർക്ക് ചെയ്യും. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നെവർ ട്രൈ ടു പ്രൂവ് യുവർ സെൽഫ് സുപ്പീരിയർ മീറ്റിംഗ്. നമ്മളാണ് വലുത് എന്നൊരിക്കലും എന്ത് ചെയ്ത് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഒരാളെ കാണുന്നു, സംസാരിക്കുന്നു, ഏകദേശം ധാരണയാകുന്നു, അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ടൂൾസ് ഒക്കെ നമ്മൾ അവിടെ പുഞ്ചിരിക്കുക. അത് ഏറ്റവും ബെസ്റ്റ്. നമ്മളോട് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുഞ്ചിരിച്ചുകൊണ്ട് സാറേ താങ്ക് യു, നമുക്ക് കാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തിയിൽ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം. ഒരിക്കലും ഒരു പാലത്തിന് തീയിട്ടിട്ട് നിങ്ങൾ വരരുത്. എന്ന് വെച്ചാല് തിരിച്ചങ്ങോട്ട് പോകുന്ന ഒരു പാലം പണിതിട്ടേ വരാം. എന്തുകൊണ്ടെന്ന് വെച്ചാല് ബയോട്ടോറിയത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു മേട്ടർ സ്പീഡ് അവർക്ക് വേണ്ട, ഓർപ്പവർ വേണ്ട, അൾട്രാവറി വേണ്ട, നെയ് വേണ്ട, ഓക്കെ. പക്ഷെ നാളെ നമ്മുടെ ഡ്രസ്സും കൊണ്ട് നമ്മൾ അവിടെ പോകും, ചുരിദാർ എടുത്തിട്ടും പോകും, പേന്റ് എടുത്തിട്ടും പോകും. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ഒരു അടുപ്പുണ്ടാക്കിയിട്ടേ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. ഒരു കാരണവശാലും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് പോലും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ CPM-കാരന്റെ വീട്ടിൽ പോയ CPM-കാരനും, ലീഗുകാരന്റെ വീട്ടിൽ പോയ ലീഗുകാരനും, BJP-കാരന്റെ വീട്ടിൽ പോയ BJP-കാരനും, ആരാണോ നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ അവരിൽ ഒരാളായിട്ട് അവരെ കൂടെ നിൽക്കാൻ നമ്മൾ, കാരണം നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ സെയിൽസ് ആണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വേറെ പല കാര്യങ്ങളുണ്ടാവും, പക്ഷെ സെയിൽസിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡ്രസ്സൊക്കെ അയച്ചു വെച്ചിട്ട് ഒരു സെയിൽസ്മാന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ഇറങ്ങണം. രണ്ടും കൂടി ക്ലബ് ചെയ്യരുത്. ചില പേരൻസിനെ കാണാറില്ലേ, പോലീസ് സ്റ്റേഷനിലും പോലീസുകാരെ, ഭാര്യയുടെ അടുത്തും പോലീസുകാരെ, മക്കളുടെ അടുത്തും പോലീസുകാരെ, കുടുംബത്തിലും പോലീസുകാരെ, നാട്ടുകാരുടെ പോലീസുകാരെ. ഇത് അവിടെ മാത്രം ഇട്ടാൽ മതി ഡ്രസ്സ്. ചില മാഷന്മാരുണ്ട്, സ്കൂളും മാഷ്, ഭാര്യന്റെ അടുത്ത് മാഷ്, മക്കളുടെ അടുത്ത് മാഷ്, നാട്ടുകാരുടെ അടുത്ത് മാഷ്. ഇങ്ങനെ ആയി പോകരുത്. നിങ്ങൾ അതാത് സമയത്ത് അതാത് ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, അവിടെ പെർഫോം ചെയ്യാൻ നോക്കുക. എപ്പോഴും വളരെ സിമ്പിൾ ആവുക, ഹമ്പിൾ ആവുക, സത്യസന്ധമാവുക. ഐ കോണ്ടാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സത്യസന്ധതയും നമ്മുടെ കോൺഫിഡൻസും പകർന്നു കൊടുക്കാൻ പറ്റുന്നത് ഐ കോണ്ടാക്ട്സ് മാത്രമാണ്.
അതുപോലെ തന്നെ എസ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയുന്നത് അംഗീകരിച്ചേക്കും. ഇപ്പൊ ഉച്ചയാണ്. സാറേ സമയം നോക്കുമ്പോ പിന്നെ പറയാ, സമയം നോക്കുമ്പോ ഇപ്പൊ 3:15 ഉച്ച കഴിഞ്ഞ് സാർ അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നും അവരെ അംഗീകരിച്ചു. യെസ്, ശരിയാ സാറേ, വില കൂടുതലാ. ഇത് തന്നെ ഞാനും വിചാരിച്ചു. ഇന്നലെ വിനോദ് സാർ വളരെ ഭംഗിയായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വില കൂടുതലായി, ഇത് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ റിസൾട്ട് ഒക്കെ കണ്ടു നോക്കുമ്പോ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ലോകത്തില്ല. പിന്നെ സാർ എങ്ങനെ ഇതിന് വില കൂടുന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഏതിനോടാ കമ്പയർ ചെയ്യാ ഈ പ്രൊഡക്റ്റിനെ? അപ്പൊ അൾട്രാമറി ആണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് അതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇല്ല. മോർപോർ ആണെങ്കിൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇല്ല. ഈർപ്പശുവിന്റെ നെയ്യ് കിട്ടുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ നെയ്യ് ഗൂഗിൾ എടുത്തിട്ട് അവിടെ തന്നെ ഓൺലൈനിൽ നെയ്യ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഓൺലൈനിൽ അതിന്റെ പ്രൈസ് 4000-ന്റെ മുകളിലാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. A2 ഗീന്റെ 1 ലിറ്ററിന് വില ഓൺലൈനിൽ തന്നെ 4000-ന്റെ മുകളിലുണ്ട് നല്ല നെയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ അടിച്ചാൽ 2400 കിട്ടും. നിങ്ങളെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. എന്നോട് തല ആട്ടിയിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഇന്ന് പ്രാക്ടീസ് ചെയ്യണം. കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാല് ഒരുപാട് സംസാരിക്കും വിൽക്കുന്നതിന് പകരം. ടെല്ലിങ് ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിങ്. നമ്മൾ ആവശ്യത്തിന് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വിറ്റിട്ടിങ് പോന്നേക്കണം, പൈസയും വാങ്ങിച്ച്. പിന്നെ അവിടെ ഇരിക്കരുത്. ആസ്കിങ് ടു മെനി ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. ആളുകൾക്ക് സംസാരിക്കുമ്പോൾ സാറേ സുഖല്ലേ, അവരാന്ന് പറയും, കഴിഞ്ഞു. പിന്നെ അപ്പുറത്തേക്ക് വർത്താനില്ല. സാറേ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു അല്ലേ, അതും കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ? സാറേ മഴ പെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിച്ചാൽ പോരാ. അങ്ങനെ ചോദിക്കണമെങ്കിൽ അദ്ദേഹം പറയും ബേക്കിൽ വിറക് വെച്ച സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നനഞ്ഞു, മോശം ചീത്തയായി, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അയലിട്ടിരുന്നു, അതൊക്കെ നനഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് സംസാരിപ്പിച്ചെടുക്കണം. അപ്പൊ എസ് ഓർ നോ ഉത്തരം തരുന്ന ക്വസ്റ്റ്യൻസ് അധികം സംസാരിക്കാണ്ട് നിൽക്കുക. ഡോണ്ട് റെസ്പോണ്ട് ടു കസ്റ്റമർ നീഡ്സ് വിത്ത് ബെനിഫിറ്റ്. നമ്മൾ കസ്റ്റമർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും വെരിക്കോസിന് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ പറയാന്നാ, മൂത്രത്തിൽ കല്ല് പോവും വെള്ളം കുടിച്ചായിരുന്നു. സംഭവം അദ്ദേഹത്തിന് ആകെ വെരിക്കോസേ ഉള്ളൂ. അവിടെ പോയിട്ടാ പറഞ്ഞത് തൈറോയ്ഡ്, കഴുത്തിന് കെട്ടിയ തൈറോയ്ഡ് മാറും, തലവേദനക്ക് തലക്ക് കെട്ട, കഴുത്തിന് കെട്ട, പുറത്ത് കെട്ട, ഈ സാധനം ഒന്നും പറയരുത്. അദ്ദേഹത്തിന് നീഡ് എന്താണോ ആവശ്യം അത് മാത്രം പറഞ്ഞ് സെയിലൊക്കെ ക്ലോസ് ചെയ്ത് പൈസ നമ്മളെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോവുക. എന്നിട്ട് പറയാ ഇതിന് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. നിങ്ങൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലരും കാണുന്നത്, ഞാൻ കണ്ട ഒരു പ്രശ്നം, എന്റെ ടീമിലുള്ള പ്രശ്നം, പലരും പോയിട്ട് എല്ലാം പറയും. അപ്പൊ കസ്റ്റമർ ചോദിക്കും എന്നാ പിന്നെ ഇതെല്ലാം വേണ്ട, ഡോക്ടർ വേണ്ടാലോ, ഒരു ചിന്ത വരും മനസ്സിൽ. ഇത് മാത്രം മതിയല്ലോ, എന്നാ പിന്നെ ഇവര് ഈ പറയുന്ന കേട്ടാ വിചാരിക്കും ഇത് മൃതസഞ്ജീവിനിയാണ്, കാരണം എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇവര് ഉടായ്പ കൊണ്ട് വന്നു എന്ന് ചിന്തിക്കും. എന്താണോ അദ്ദേഹത്തിന്റെ വേദന അതിനെ പ്രോസ്പെക്റ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. പ്രോസ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവരുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കൊടുത്ത് സെയില് കോഴ്സ് ചെയ്തതിനു ശേഷം പിന്നീട് അവിടെ പോയി നിങ്ങൾക്ക് കഥ പറയാം, കംപ്ലീറ്റ് പഠിപ്പിക്കാം, BOP സെന്ററിലേക്ക് കയറ്റാം. നമ്മുടെ ഉദ്ദേശം സെയിൽസ് കോച്ചിങ് ആണ്. അവരുടെ ആവശ്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാത്ത നിൽക്കുന്ന ഒരു പ്രശ്നം, ഡസന്റ് റെക്കഗ്നൈസ് ഓർ ഹാൻഡിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എഫക്റ്റീവ്. അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അവിടുന്ന് കഥ പറയുമ്പോൾ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. തൽക്കാലം അദ്ദേഹത്തിന് മൂഡ് ശരിയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം, സാർ ഇന്ന് എന്തായാലും ബിസിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു ദിവസം വരാം, സാറ് ഞങ്ങൾക്ക് ഇരിക്കണം, നമുക്ക് ഞാൻ എന്ത് ചെയ്യാം, എന്നെക്കാളും കുറച്ചും കൂടി ഇതിൽ അറിവുള്ള ഒരാളെ കൂട്ടിട്ട് വരാം എന്നെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് തടി തപ്പുക. ക്ലിയർ? പിന്നീട് 2ാമത്തെ ദിവസം നമ്മൾ ചെങ്കീരിനെയും കൂട്ടിയിട്ട് പോവുക, സെയിൽ കോഴ്സ് ചെയ്യുക. ഇത് അവിടെ നിങ്ങൾ വിജയിക്കുക ചെയ്യുന്നത്, നിങ്ങൾ പരാജയപ്പെടുന്നില്ല. നിങ്ങൾ ഒരാള് റിജക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുക. നിങ്ങൾ അവർ ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് പരാജയപ്പെടുന്നില്ല. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദ കസ്റ്റമർ നീഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊജക്ട് എന്ന്. അവർക്ക് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി ആയിട്ടില്ല, കൺവിൻസ് ആയിട്ടില്ല, അവർക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടണം. അതുകൊണ്ടാണ് ഒബ്ജക്ട് ചെയ്യുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന ഒരാളെ കൂട്ടി പോയാൽ കാര്യങ്ങളൊക്കെ നടക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു അപകർഷതാബോധം ഒരിക്കലും ഉണ്ടാവരുത്. നമ്മളൊരു സ്ഥലത്ത് പോയി അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടില്ല, വിജയിച്ചു. നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും അവരുടെ എടുക്കണ്ട. ഓക്കെ വരും വിളിക്ക്, ഈ വഴിക്ക് വരും വിളിക്ക്, ഒന്ന് കയറിയിട്ട് പോയിക്കോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്. ഈ വഴിക്ക് വരണ്ട, ഈ ഗേറ്റിന് അപ്പുറം കിടന്ന കാല് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസ്മാൻ അല്ല. ഇതാണ് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം. സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വിറ്റ് പൈസ വാങ്ങുന്നത് മാത്രമല്ല, ഇനി ഇത് എപ്പോ വിൽക്കണം എന്നുള്ളതാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, 7:05 ഒരു 5 മിനിറ്റ് എടുത്തിട്ട് അവസാനിപ്പിക്കാം അല്ല സാറേ?
കസ്റ്റമർ നമ്മൾ സംസാരിച്ചു, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം സെയിൽ. അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അവര് നമ്മൾ സംസാരിക്കുമ്പോൾ തലയാട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്ന്. അപ്പൊ അതിനർത്ഥം ഇഷ്ടപ്പെട്ടു, അത് ഐഡന്റിഫൈ ചെയ്യണം. അത് മനസ്സിലാകാതെ വീണ്ടും അടുത്ത റിസൾട്ടും അടുത്ത കഥയും പറയാൻ പോകുന്ന സ്ഥലത്താണ് ബോറിംഗ് അടിക്കുക, അവര് ശ്രദ്ധ മാറിപ്പോകും. അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. സാറേ അങ്ങനെയാണെങ്കിൽ എടുത്തിട്ട് പൈസ ഗൂഗിൾ പേ ചെയ്തേക്ക്, സാറിന് ഇല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ഇപ്പൊ തന്നേക്ക്, അതോടെ കഴിഞ്ഞു സംഭവം. When your product prospect is asking about a specific product, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടിന്റെ വേദന മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. പക്ഷെ നിങ്ങൾ പൊട്ടനായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ചിലപ്പോൾ ആളുകൾക്ക്? ക്ലിയർ ആയോ? ഒരാൾ ചോദിക്കാണ് തൈറോയിഡ് മാറാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്തുനിന്ന് ചോദിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും കുടുങ്ങിയല്ലോ പഠിച്ചത്, ഒന്നുമില്ലാലോ, എന്നിട്ട് വേറെന്തും കഥ പറയും. അങ്ങനെ പോകരുത്. അവരെന്താണ് ചോദിക്കുന്നത് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കും. അതിനാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് വേണമെന്ന് പറയുന്നത്. കസ്റ്റമർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ടൂൾസിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, വേണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യൂല, ടച്ച് ചെയ്യൂല. ഓക്കെ, ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇതിലുണ്ടോ കാന്തം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇത് ഏതാ മെറ്റീരിയൽ, ബ്രോഷർ കൊള്ളാലോ, ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം നമ്മളെയാണ് ഇഷ്ടപ്പെടുന്നത്, പിന്നെയാണ് പ്രൊഡക്റ്റ്. അപ്പൊ അവിടെ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ബൈങ് സിഗ്നൽ ആണ്. അവർ വാങ്ങാൻ തയ്യാറായി, പിന്നെ അവർക്ക് ആവശ്യമുള്ളതാണ് മാത്രം സംസാരിക്കാം. ദേ യൂസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സലീം ഖാനോട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. സലീം പറഞ്ഞ് എന്റെ ഇളയമ്മണ്ട് ഭയങ്കര വെരിക്കോസ് ആണ്, ചിലപ്പോ അവർക്ക് ഉപകാരപ്പെടുമായിരിക്കും എന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ വിഡ്ഢി ആയതുകൊണ്ട് ഞാൻ എന്താ വിചാരിക്കുക വെച്ചാൽ ഇയാൾ എന്നെ വിടുന്ന് തട്ടിക്കളിയാണ്, ഇയാൾ എന്തായാലും എടുക്കൂല. പക്ഷെ റിയാലിറ്റി അതല്ല. തൽക്കാലം അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും എന്ന് നിങ്ങളെ അവരെ ഹെൽപ്പ് ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ എന്ത് ചെയ്യണം, അദ്ദേഹത്തിനെ കൂട്ടിയിട്ട് വേണം ആ വീട്ടിലേക്ക് പോകാൻ, അപ്പുറത്തെ വീട്ടിലേക്ക്. അവിടെ ഒരു സെയിൽ ക്ലോസ് ചെയ്യും. നമ്മൾ എന്തിനാണ് ഇറങ്ങിയത്? ഈ മനുഷ്യന് മാത്രം കൊടുക്കാനല്ലോ, ഇത് 3.5 കോടി ജനത്തിൽ ഒരാളല്ലേ, അപ്പുറത്തെ ആൾക്ക് പോകാൻ പറ്റണം. അപ്പൊ പോസസീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ അവര് മറ്റുള്ള ആളുകളുടെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ ഒക്കെ കഥ നിങ്ങളോട് ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അവരുള്ളിലൊരു വിശ്വാസം വന്നു, ഇതെന്ത് ചെയ്യും, അവർക്ക് ഗുണം ആകുമെന്ന് വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ആളുകളെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആക്കേണ്ടത്. അവർ ഹോം മീറ്റിംഗ് നടത്തി തരും, അവർ പ്രോഗ്രാംസ് വെച്ച് തരും. നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഐഡിയ അടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. അവരെ കൂടെ നിർത്താൻ പഠിക്കണം. When your prospect asking about the price, വില ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം അവർക്ക് ഇതിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് വില ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, വില എപ്പോഴും ഒറ്റയടിക്ക് പറഞ്ഞേക്കരുത്. സാർ ഇതിന്റെ വില പിന്നെ വലിയ വിലയൊന്നുമില്ല, ഇതിനാകെ വരുന്നത് ഒരു 16,500 രൂപയാണ്, ഇങ്ങനെ പറയണം. ഒരു 10,000 സിംഗിൾ ആണ് കൊടുക്കുന്നത്, 10,000 താഴെ വിലയുള്ള സാർ ഇത്രയും ഗുണമുള്ള ഒരു പ്രൊഡക്റ്റിന് ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിന് ഒന്ന് താവും. നിങ്ങളാദ്യം തന്നെ 9,500 രൂപ ഉണ്ട്, 16,500 രൂപയാണെന്നൊക്കെ പറയരുത്. പറയുന്നത് ഒരു ബജറ്റ് മാനറിലാണ് സംസാരിക്കാന്ന് പറയും സെയിൽസിൽ. എപ്പോഴും അവരുടെ ബജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ അവര് സ്വർണം വിറ്റിട്ടാണെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങും. അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ മൂല്യം ഉയർത്തി കാണിച്ചിട്ട് വേണം എപ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട്. വെൻ യുവർ പ്രോസ്പെക്ട് ആസ്കിങ് അബൌട്ട് ഡെലിവറി ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ്, അവര് എപ്പോ കിട്ടും എന്നുള്ള ചോദ്യം, എപ്പോ നമുക്ക് ജോയിൻ ചെയ്യാം, എപ്പോ തുടങ്ങാം എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം ഇത് ഇഷ്ടപ്പെട്ടു. അവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. ബൈങ് സിഗ്നൽ എന്ന് പറയും. വെൻ പ്രോസ്പെക്ട് ആസ്കിങ് യു റിസ്ക് മിനിമൈസേഷൻ, ഇത് കിടന്നാൽ ഇടിവെന്നിലേക്കോ, ഇത് കിടന്നാൽ സ്റ്റോൺ വരുമോ, അയണിന്റെ ഡെഫിഷ്യൻസി വരുമോ, ചൊറിച്ചൽ വരുമോ, അലർജി ഉണ്ടോ, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഒഴിവാക്കാനാണെന്ന്. പക്ഷെ റിയാലിറ്റി അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ മനസ്സുകൊണ്ട് തയ്യാറാണ്. ദേ നീഡ് മോർ ഇൻഫർമേഷൻ.
അത് മാത്രമല്ല അവർക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി കൺവിൻസ് ആണ്. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ റിസ്ക് മിനിമൈസേഷൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിന്റെ റിസ്ക് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യങ്ങളും ചർച്ചകളൊക്കെ വരും. മറ്റുള്ള നെറ്റ്വർക്ക് കമ്പനിയിലെ ആളുകൾക്ക് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മിന്നലെടുക്കുമ്പോൾ സാധ്യത കൂടുതലാണ്, ഇടിയെടുക്കും, പിടിക്കും, അങ്ങനെ രക്തം കട്ടപ്പിടിക്കും, BP കുറഞ്ഞു പോകും, രക്തോട്ടം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പഠിപ്പിച്ച് വെച്ച സ്ഥലത്തായിരിക്കും നിങ്ങൾ പോയിട്ട് അഭ്യാസം എടുക്കുന്നത്. അപ്പൊ കേട്ട സാധനം ഒക്കെ ട്രിഗർ ചെയ്യും. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നും നാളെ ഈ 10 ദിവസം തുടർച്ചയായി ഫീൽഡിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്താൽ 11ാമത്തെ ദിവസം നിങ്ങൾ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറും നല്ല ലീഡറായി മാറും. ബൈയിങ് സിഗ്നൽ ടു ലുക്ക് ഫോർ ആൻഡ് വാട്ട് ടു ഡു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ബ്രോഷറി പിക്ചറും ഒക്കെ ഇട്ട് ആളുകളെ എങ്ങനെ എന്ത് ചെയ്യുക, ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിളിക്കാനുള്ളത് പ്രൈമറി ഡീൽ കോൺടാക്ട് കണക്ട് വിത്ത് യുവർ ഡിസിഷൻ മേക്കേഴ്സ്. അവരുടെ ഡിസിഷൻ മേക്കറായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ നോക്കുക. ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഇതേപോലെ ഈസി ആയി ഹാൻഡിൽ ചെയ്യുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രായോഗികമാക്കുക. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ച 1000 ആളുണ്ടെങ്കിൽ 1000 ആൾ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല. പക്ഷെ നമുക്കൊരു അറിവായിരിക്കും. സംടൈംസ് യു വിൻ, ചിലപ്പോൾ നിങ്ങൾ നേടും. സംടൈംസ് യു ലേൺ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ലൈഫ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഇപ്പൊ നമ്മളെല്ലാം കംഫർട്ട് സോണാണ്. പോകാതിരിക്കാൻ ഭയങ്കര കംഫർട്ടാണ്, ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൊട്ടിച്ചിട്ട് ഇന്ന് എന്ത് ചെയ്യണം, ഫീൽഡിലേക്ക് ഇറങ്ങണം. ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫിയർ സോൺ എന്ത് ചെയ്യും, അതങ്ങ് പൊട്ടും. ആ പേടി അങ്ങ് പൊട്ടും. 4 പേരോട് സംസാരിച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങണ്ട, പക്ഷെ നിങ്ങൾ ഇന്ന് 4 പേരോട് സംസാരിക്കും. അങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ലേണിംഗ് സോണിലേക്ക് പോകും. നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അവരെന്ത് ചോദിക്കും, അവരോട് എന്ത് പറയണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇതൊക്കെ പഠിക്കാൻ തുടങ്ങും. ലേണിംഗ് സോൺ എന്ന് പറയും. പിന്നീടാണ് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുക. ഗ്രോത്ത് സോണിലേക്ക് പോകണമെങ്കിൽ ആദ്യം എന്ത് വേണം, കംഫർട്ട് സോൺ പൊട്ടിക്കണം. അപ്പൊ ഇന്ന് മുതൽ 10 ദിവസം നമ്മൾ ഒരു വ്രതം എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു തപസ്സിലേക്ക് പോവാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇതുവരെ നമ്മൾ ഒരു മുട്ടക്കുള്ളിലാണെങ്കിൽ ഇന്ന് നമ്മൾ അത് പൊട്ടിച്ച്, നമ്മൾ തന്നെ പൊട്ടിച്ച്, അപ്ലൈൻ ലീഡർ പൊട്ടിക്കുമ്പോഴാണ് ചത്തുപോകുന്നത്. നമ്മൾ തന്നെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്ന് ഒരു ലൈവായ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാൻ ഓരോരുത്തർക്കും സാധിക്കണം. യു വിൽ നെവർ ഗെറ്റ് അഹെഡ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഒരിക്കലും മുമ്പോട്ട് പോകില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ദർ ഈസ് നെവർ ബീൻ എ ബെറ്റർ ടൈം ടു സ്റ്റാർട്ട് ദാൻ ടുഡേ. ഇന്നത്തെ ദിവസം പോലൊരു മനോഹരമായ ദിവസം ഈ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഞാൻ ഇന്ന് മിനിമം 10 പേരെങ്കിലും കണ്ടിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യുക. ഈസി ആയിട്ട് ഇതൊക്കെ നിങ്ങൾ ഫീൽഡിൽ പറ്റുവാണെങ്കിൽ സെയിൽസ് ക്ലോസിംഗ് എളുപ്പമാകും. നിങ്ങളോട് പറഞ്ഞ് ഞാൻ 2,59,000 രൂപയുടെ സെയിൽ ഇന്നലെയും ഞാൻ ക്ലോസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ പിക്ചർ ഞാൻ ഇട്ട് തരാം നാളെയും മറ്റന്നാളും. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളൊരാളോട് സംസാരിക്കുന്നത് പോലെ ഇരിക്കും ആളുകൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്. നമുക്കുള്ളിൽ സംശയമുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കേൾക്കുന്ന 117 ആൾക്കാരും ഈ 10 ദിവസം 100% ആത്മാർത്ഥയോട് കൂടിയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ 10ാമത്തെ ദിവസം നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഫാമിലി ബോണസും, അവയർനെസ് ബോണസും, ക്രൈറ്റീരിയ ബോണസും, ഗിഫ്റ്റ് അവാർഡും, അതേപോലെ തന്നെ തായ്ലൻഡ് ട്രിപ്പ് ഏറ്റെടുത്ത വിജയിച്ച ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരും മാസങ്ങളിലും വരും ദിവസങ്ങളിലും കാണാൻ പറ്റും. നമ്മൾ ഇത് ഏറ്റെടുത്തത് സൂം കയറി രാവിലെ 6 മണി വരെ ഇരിക്കാനോ അതിനുശേഷം വീണ്ടും പഴയ പോലെ തന്നെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ ആവാനല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആളുകളാണ് നമ്മൾ. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ദൈവം സഹായിച്ചിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ
3 വർഷവും 5 വർഷവും കഴിഞ്ഞിട്ട് എനിക്കും കിട്ടിയിരുന്നു ബയോട്ടോറി, എന്റെ ID ഇപ്പൊ അതിനകത്തുണ്ട്, അതിന്റെ പവറിൽ ഒരു 10 ലക്ഷം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ പണിക്ക് ഇറങ്ങാത്തതാണ്. ദയവ് ചെയ്ത് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു 200 PV സെയില് ക്ലോസ് ചെയ്താൽ 14,900 കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ടുണ്ട്. അത് ഇനി ഒരു 100 PV ബൂസ്റ്റർ ബോണസ് ഇന്ന് വെച്ചാൽ 440 തരുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ള ഒരു ആത്മാഭിമാനത്തോടു കൂടി വേണം ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങാൻ. ഒരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങാൻ. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 100% എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു മിനി സാർ. ഇന്നത്തെ ആ ഒരു പ്രഭാതം എനർജറ്റിക് ആക്കി നമുക്കൊരു കോൺഫിഡൻസ് തന്നൊരു ദിവസം കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെയിൽ ക്ലോസിങ്ങിനെ പറ്റി മിനി സാറ് ഇത്രയും ഈ ഒരു ചെറിയ സമയം കൊണ്ട് വളരെ വലിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സാറ് പറയുക മാത്രല്ല, പ്രവർത്തിച്ച് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് സാറിന്റെ ഉള്ളിൽ കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും സമയം ഇവിടെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ സാറിന് നമ്മുടെ സ്നേഹം നന്ദി ഒരു ഡിജിറ്റൽ ക്ലാപ്പിലൂടെ നോക്കാം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നല്ലൊരു കോൺഫിഡൻസോട് കൂടി ഇന്നാണ് നമ്മുടെ തുടങ്ങി ആ ഒരു പ്രതിജ്ഞ നമുക്ക് എല്ലാവരും പോയി ക്ലോസ് ചെയ്ത് വളരെ ഓരോ പിക്കും നമുക്ക് ഓരോരോ ഇതിലേക്ക് നമുക്ക് പിക്കുകൾ ഇടാവുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇന്ന് അതേപോലെ എനിക്കിന്ന് MC അനുവദിച്ചു തന്ന മിനി മാഡത്തിന് നമ്മുടെ മനോജ് സാറിന് ഒത്തിരി നന്ദി പറയാണ്. നമുക്ക് ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന ഈ ബയോട്ടോറിയൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറിന് ഒത്തിരി നന്ദി പറയാണ്. നമുക്കറിയാം ഇന്ന് ഉള്ളത് എന്ന് പറഞ്ഞാല് ക്ലോസിംഗ് സെക്ഷനാണ്. വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് സെഷനാണ് അത്. നമ്മുടെ കൂടെ അതായത് ഇന്ന് ഐഡിയ അടിച്ച് പുതിയൊരു വ്യക്തി വന്നാൽ പോലും അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും എങ്ങനെ അവരെ വിജയിപ്പിക്കാം, എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മളിൽ ഒരാൾ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറാണ് നമ്മുടെ ക്ലോസിംഗ് സെഷനിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും ഭാഗ്യം ചെയ്ത വ്യക്തികളാണ്. നമുക്കറിയാം സാറ് 10 മാസം കൊണ്ട് 1 കോടി നേടുകയും ഇപ്പൊ 4.5 വർഷം കൊണ്ട് 4 കോടി ഏൺ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം പ്രചോദനമായിക്കൊണ്ട് നമ്മുടെ എല്ലാം വഴികാട്ടിയായി നമുക്കെല്ലാം കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ഈ ക്ലോസിംഗ് സെക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നൈന മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിനീഷ് സാറാണ് നമ്മളോട് സംവദിച്ചത്. എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ല സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടരുത്. അടിപൊളി ക്ലാസ് ആയിരുന്നു. ബിഗ് കൺഗ്രാജുലേഷൻ മിനീഷ് സാർ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി, കടപ്പാടും ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ഞാൻ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് താങ്കൾക്ക് അർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ വിജയിക്കണമെങ്കിൽ സെയിൽസ് ആണ്, അല്ലെ? കച്ചവടം ചെയ്യാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും കച്ചവടം ചെയ്തിട്ട് ആണ് കയറി വരുന്നത്. ഇപ്പൊ ഞാനും തുടക്കത്തിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അന്ന് റിസൾട്ടുകൾ ഷെയർ ചെയ്യാനില്ല, ഒന്നുമില്ല. അന്ന് ഹിന്ദിക്കാരുടെ റിസൾട്ട് ഒക്കെയാണ് ഉള്ളത്. അത് ഹിന്ദി ആർക്കും അറിയത്തില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല, അവർ വിശ്വസിക്കൂല. സ്വന്തം റിസൾട്ട് സ്വന്തം സഹോദരനോടും സഹോദരിയോടും പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്നില്ല. അവൻ ചുമ്മാ പറയാണെന്ന്, അല്ലേ? ആ ഒരു സമൂഹത്തിൽ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ അടുത്ത സുഹൃത്തിനോടും പറഞ്ഞാൽ പോരാ, അത് ചുമ്മാ പറയണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇതൊക്കെ തുഴഞ്ഞുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞാനൊക്കെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് പ്രയാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. അപ്പൊ എപ്പോഴും നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ടാകണം. അതാണ് ഒരു അപാരമായ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. എനിക്കത് സാധിക്കും, മനസ്സിലായില്ലേ? ആ വിശ്വാസമാണ് നിങ്ങളെ സെയിൽസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
ഒരു കസ്റ്റമർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈല്, ഡീറ്റെയിൽസ്, ഡാറ്റാസ് ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടത്തേക്ക് എനിക്ക് പറ്റില്ല കേട്ടോ, നമുക്ക് അപ്ലൈനെ വിളിക്കാം അല്ലെ, അങ്ങനെ പറയാറില്ലേ നമ്മള്. അദ്ദേഹം കുറച്ച് എന്തോ അറിവുള്ള ആളാണ്, അപ്പൊ ഞാൻ പോയി പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നല് സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകാറ്, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങുകാർക്ക് ഉണ്ടാവാറ്. അപ്പൊ അതൊന്നും പാടില്ല. കാരണം നമ്മളാണ് ഇതിന്റെ രാജാക്കന്മാർ അല്ലെ. അദ്ദേഹം ചിലപ്പോൾ ഡോക്ടറായിരിക്കാം. ഇപ്പൊ സലീം ക അല്ലെ, ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനും ഇല്ല സലീംക്ക്. നിങ്ങൾക്കൊക്കെ ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കുസ്തി ഉണ്ടാവും, അല്ലെങ്കിൽ പഴയ പ്രീ ഡിഗ്രി ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ആളാണ് സലീം ക. പക്ഷെ സലീം ക പോകുന്നത് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കാ പോകുന്നത്. എന്താ പോണത്? അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു മൈൻഡ് സെറ്റ് ആണ്, ഒരു ലയൺ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്നുണ്ട് കാട്ടിലെ രാജാവ് അല്ലെ, ആനയല്ല അല്ലെ, ഒട്ടകമല്ല, എന്താ പറയാ, മറ്റേ ജിറാഫല്ല, ഏറ്റവും പൊക്കം കൂടിയ മൃഗങ്ങളൊന്നുമില്ല, പിന്നെ ആരാ? സിംഹമാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാ പറയണത്? മൈൻഡ് സെറ്റ് ആണ്. ആരെടുത്തും നിങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മളാണ് ഇതിന്റെ രാജാക്കന്മാർ അല്ലെ. ബയോടെക്നോളജിയെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് നമ്മളാണ്. ഇതിന്റെ സയൻസും ഇതിന്റെ റിസൾട്ടും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരെടുത്ത് മുമ്പിലും പോയിട്ട്, ഇന്ത്യ പ്രധാനമന്ത്രി വിളിച്ചാൽ അവിടെ പോയിട്ട് നമ്മളെ കോൺസെപ്റ്റ് പറയാനും ഡെമോ കാണിക്കാനും ഉള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം. അവിടെയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. പുറകോട്ടില്ല നമ്മൾ അല്ലെ, നമ്മൾ മുന്നോട്ടാണ്. സ്റ്റാർട്ട് യുവർ സെൽഫ്. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. വേറെ ആരും വന്നിട്ട് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കയറ്റി പോവോ? ഇല്ല. അപ്പൊ സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. അപ്പൊ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട്, ആ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഏറ്റെടുത്താൽ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കണക്കെ 10 ആളെ കാണുമ്പോൾ ചിലപ്പോൾ 10ഉം ഫെയിൽ ആവാം. പക്ഷെ ആ 10 ഫെയിലിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ്. നമ്മൾ നല്ലൊരു ട്രെയിനറായിട്ട് മാറുകയാണ്. അവിടെ ഒരാളോട് അവതരിപ്പിക്കാനുള്ള സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പറഞ്ഞാലേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ആളുകൾ ഓരോ തരത്തിലുള്ള സംശയങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോ അതിനെല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിലാണ് നമുക്ക് അവിടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. അത് സാർ ഇവിടെ പിക്ചറൊക്കെ കാണിച്ചു അല്ലെ, ന്യൂറോ പാത്വേക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിക്ചർ കാണിച്ചു. നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ സിംഹത്തെ പോലെ ഇരിക്കണം. നമ്മളിങ്ങനെ തളർന്ന് കുത്തി ടെൻഷനോടെ ഇരുന്നാലും നമുക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ, മൈൻഡ് വൈബ്രേഷൻ നടക്കും. അപ്പൊ അവിടെ സെയിൽ നടക്കില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീഫ് സിസ്റ്റത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഇവിടെ മിനി സാർ സൂചിപ്പിച്ചത്. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. തുടക്കത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും. ഈ പരാജയങ്ങളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ്. റിജക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവാൻ വേണ്ടി പാടില്ല? വിഷമം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. റിജക്ട് ചെയ്യുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. അതാണ്. ആ കസ്റ്റമർ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ കൊണ്ടുവരും കേട്ടാ എന്നുള്ളൊരു മനോഭാവം. അതൊന്ന് പഠിക്ക്, പിന്നെ നമുക്ക് ആലോചിക്കാം കേട്ടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശദമായിട്ട് കാണാം. ഇപ്പൊ നിനക്ക് തിരക്കല്ലേ, പോകാൻ തിരക്കല്ലേ, അവിടെ നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരു എപ്പോഴും ഒരു ബ്രിഡ്ജ് അവിടെ ബിൽഡ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. കപ്പൽ കത്തിച്ചിട്ട് വരരുത്, ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിട്ട് വേണ്ടി വരിക. അടുത്ത പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇല്ലേ, 1 വർഷമൊക്കെ കഴിഞ്ഞ് വന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. പലരുടെയും റിസൾട്ടുകൾ നിങ്ങൾ ഷെയർ ചെയ്യാം. വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നേരിട്ട് അവർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മെല്ലെ മെല്ലെ അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ തിരിച്ച് നമ്മളിലേക്ക് വരുന്ന എത്രയോ അനുഭവങ്ങൾ ഞാൻ നിർത്തുകയാണ്, സമയത്തിന് വൈകി. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഫിഡൻസോട് കൂടി ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ, പോരാടുന്നവർക്ക് മാത്രമുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. ആരും പിറകോട്ട് പോകരുത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പടവരുതാനുള്ള ഒരു ആവേശവും ഒരു ലയൺ മൈൻഡ് സെറ്റും നിങ്ങൾക്ക് ഉണ്ടാകണം. അതിന് നോളജ് ഉണ്ടാകണം. ഒരാൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും സംശയം, ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈന് ഒരു കാരണവശാലും വിളിക്കരുത്. മനസ്സിലായ? അപ്പൊ ഇദ്ദേഹത്തിന് വലിയ നോളജ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അതിനെ കുറിച്ച് അല്ലേ. അപ്പൊ ആദ്യം അപ്ലൈനായിട്ട് പോവുക. 2-3 കസ്റ്റമറെ കണ്ടു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളെ നല്ല ഒരു സേഫ് മോഡിലേക്ക് വന്നാൽ നമ്മളെ പോയിട്ട് തകർത്തോളണം. അങ്ങോട്ട് വിജയിക്കാൻ നമ്മൾ ഒറ്റക്കാണ്. മനസ്സിലായ? വൻമരങ്ങൾ വളരുന്നത് കാവുകളിലല്ലെങ്കിൽ കാടുകളിലല്ല സുഹൃത്തുക്കളെ. വൻമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് വളരുമ്പോൾ അത് വൻമരമായിട്ട് വരും അല്ലെ. നമ്മുടെ വീട്ടുപറമ്പിൽ ഒത്തിരി മരങ്ങൾ നടന്നുണ്ട്. തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട് അല്ലെ, അടക്കാൻ മരമുണ്ട് അല്ലെ. അതിനൊക്കെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കും. ഈ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന മരങ്ങളൊന്നും വൻമരങ്ങളാകാറില്ല അല്ലെ. നേരെ കുറച്ച് പുറത്തങ്ങോട്ട് കാണുമ്പോൾ വലിയ ആൽമരം കാണാം നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അതിനെ ഒരാളും വെള്ളമൊഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ആരെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതുപോലെ വൻമരങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി. വൻമരങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നപ്പെടുന്നത് വളർന്നു വരുന്നത് അത് സ്വയം മണ്ണിലേക്ക് ഇറങ്ങി ഇല്ലേ. ഈ മണ്ണിൽ നിന്ന് ആവശ്യമായ, ഭൂമിയിൽ നിന്ന് ആവശ്യമായ വെള്ളം വലിച്ചെടുത്ത് ആകാശത്ത് നിന്ന് ഇല്ലേ ആവശ്യമായ
വായു വലിച്ചെടുത്ത് അങ്ങനെ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന മരങ്ങളാണ് വൻമരങ്ങളായിട്ടുള്ളൂ. ഒരാളുടെ തണലിൽ നിന്നാലൊന്നും നമുക്ക് വൻമരങ്ങളാകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വൻമരങ്ങളായിട്ട് മാറണം. വൻമരങ്ങളാകണമെങ്കിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. ഒരാളെ തണലിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ വളർന്നു വരുമ്പോൾ തണലൊക്കെ വേണം എല്ലാവരുടെയും, ഇല്ലേ? കോഴിക്കുഞ്ഞുങ്ങളുടെ കഥ പറയും പോലെ അല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ, തള്ളക്കോഴികൾ തന്റെ കൊച്ചു കോഴികളെ എങ്ങനെ സംരക്ഷിക്കുമോ അതിനെയും കൊണ്ട് നടക്കും, ഇല്ലേ? അതിന് തീറ്റ ആദ്യം കൊത്തി അതിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കും തള്ളക്കോഴികൾ. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കൊച്ചു കുട്ടിയാവുമ്പോ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് വളരുമ്പോ എന്ത് ചെയ്യും? അത് ചികഞ്ഞു കൊടുക്കുന്നത്. ഇവിടെയൊക്കെ തീറ്റയുണ്ട്, വേണമെങ്കിൽ കൊത്തി തിന്നോന്ന് കാണിച്ചു കൊടുക്കും, അല്ലെ? ചികഞ്ഞു കൊടുക്കും ഇങ്ങനെ, അത് ഇവിടെയൊക്കെ തിന്നോളാൻ പറയും. അത് തിന്നു കഴിയുമ്പോൾ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോ എന്താവും? ആ തള്ളക്കോഴിയുടെ പിറകെ നടക്കുമ്പോ ഒറ്റ കൊത്തി ഓടിക്കുന്ന കാണാം നമുക്ക്, അല്ലെ? ഒറ്റക്ക് പൊക്കോളണം കിട്ടാ. തള്ളക്കോഴി പിന്നെ അതിനെ അടുപ്പിക്കില്ല, വീണ്ടും അത് മുട്ടയിടുന്നു, അടുത്ത കോഴി, ഇല്ലേ? ഇതാണ് ഇതിന്റെ ഒരു പ്രകൃതിയുടെ നിയമമാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ആ കോഴി ആരെങ്കിലും പഠിപ്പിച്ചതാണോ? പ്രകൃതി നിയമമാണ്. അതുപോലെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാവും, അതിന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാവും. അവരുടെ കൂടെ ചെന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നല്ല അറിവുകൾ നേടി ഫീൽഡിൽ പോയി എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ വേണ്ടി പാടില്ല, എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്, അല്ലെ? കഥ പറഞ്ഞിട്ട് കാശ് മേടിച്ചെടുക്കണം. അപ്പൊ ഒരു സെഷൻ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊരു വൻമരമായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം സുഹൃത്തുക്കളെ. എന്റെ കഥ നിങ്ങൾക്കറിയാം, എന്റെ അപ്ലൈ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഇപ്പോഴും നന്ദിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ള ഇതിനകത്ത് അങ്ങനെ വൻമരങ്ങളായിട്ട് നിങ്ങൾക്ക് വളരാൻ വേണ്ടി സാധിക്കട്ടെ. ഈ സമൂഹത്തിന് തണലും ആവേശവും, ഇല്ലേ, പ്രതീക്ഷയും ഫലവും മധുരഫലവും ഒക്കെ കൊടുക്കുന്ന വൻമരങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി സാധിക്കും. അതിനാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ വെക്കുന്നത്. അതുകൊണ്ട് ആ ഊർജ്ജത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ച മിനീഷ് സാറിനും ടീമിനും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് നാളത്തെ നമ്മുടെ ഈ സൂം മീറ്റിംഗ് രാവിലെ ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും പള്ളിയിൽ ഓടിയോടൊക്കെ പോകേണ്ട പ്രാർത്ഥനയൊക്കെ ഉള്ള ദിവസമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് നാളെ പ്രോഗ്രാം ഉണ്ടാവില്ല. ശനിയാഴ്ച രാവിലെ നമ്മളുടെ പ്രോഗ്രാം ഉണ്ടാവും. നാളെ പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന് അറിയിക്കുകയാണ്. പല സ്ഥലത്തും ഇപ്പൊ ടീമിന്റെ പ്രോഗ്രാം നടക്കുന്നു. ഇന്ന് കോഴിക്കോട് അടിപൊളി നമ്മുടെ 5G ഇന്റർനാഷണലിന്റെ ട്രെയിനിങ് സെഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ടീമുകളും അവരവരുടെ ടീമിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പല പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വിജയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. അടുത്ത മാസത്തെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞു. കാരണം ഇലക്ഷനും ഈസ്റ്ററും വിഷു ഒക്കെ വന്നുകൊണ്ട് നമ്മൾ മെയിൻ പ്രോഗ്രാം ഒക്കെ 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11-ാം തീയതി ആലപ്പുഴ, ഇവിടുന്ന് അങ്ങോട്ട് വരും. ആ പ്രോഗ്രാം ചാർട്ട് എല്ലാവരും നോക്കുക. ഇത് കൂടാതെ ഹോം മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക. ഇപ്പൊ ഈ അവധി ദിവസങ്ങളിലൊക്കെ വീടുകളിൽ ആളുണ്ടാവും. പരമാവധി ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക. 59,000 സെയിൽ നടത്തേണ്ട കാര്യം ഇവിടെ മിനീഷ് സാറ് പറഞ്ഞു. 59 കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോ 5,200 കഥയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. സാറേ അതിനെ ഒരു ബൂസ്റ്ററും കൂടെ ആക്കി തന്നത്. നമ്മൾ ഏറ്റവും ചെറിയ പാക്കേജാണ് ചിന്തിക്കുന്നത്, പക്ഷെ വലുതായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലുതായിട്ട് വളരാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞോളൂ, അതുകൊണ്ട് നിർത്തുക, സോറി. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഈസ്റ്റർ ആശംസകളൊക്കെ വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അപ്പൊ നാളത്തെ സുപ്രഭാതത്തിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടിയിട്ട്, അല്ലെ, നിങ്ങൾക്ക് വൻമരങ്ങളായിട്ട് നിങ്ങൾക്ക് വളരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ്. താങ്ക് യു സാർ.